ചെയ്യുന്നു കർത്താവ്. അല്പനേരം നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതവും ഭാവിയും കർത്താവ് ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുമ്പോൾ നിത്യതയിൽ കർത്താവ് ഇതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർക്കുവാൻ സ്വർഗം ഈ നാളുകളെ നിർമ്മിക്കുകയും നിർണയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ദൂരത്തും ചാരുതുമായ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽ നേരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കേട്ടു. കർത്താവെ, നിത്യതയെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ, അതിനെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗം നൽകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ജയം കൊണ്ടവരായി, ജയിച്ചവരായി തീരുവാൻ ഞങ്ങളുടെ പ്രവൃത്തികൾ, ചിന്തകൾ, വഴികൾ എല്ലാം വിശേഷിച്ച് വിശ്വാസത്തിലും ദൈവകൃപയിലും വളർന്നും മുതിർന്നും വരുവാൻ സ്വർഗം സഹായിക്കണം, ബലപ്പെടുത്തണം. എല്ലാം കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലൊരു പ്രവൃത്തികളും കർത്താവെ രക്ഷിക്കപ്പെടുവാൻ കാരണമല്ല. കൃപയായി തീരേണ്ടതിന്, ദൈവത്തിന്റെ നിർണയമായി തീരേണ്ടതിന് സ്വർഗം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുക്കണമേ, ബലപ്പെടുത്തണമേ. കുഞ്ഞാന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച ആ വലിയ സ്നേഹം ഇന്ന് പകൽ നേരം ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കുവാനും ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്തന്റെ കരം ചലിക്കണം, ബലപ്പെടുത്തണം, പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയം നമുക്ക് ദൈവസ്ഥലം നമുക്ക് ചിന്തിക്കാം. സമയം വളരെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിച്ച സമയങ്ങൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായം 19-ാം വാക്യം. 1 പത്രോസ് 3:19 വാക്യം വായിക്കാവുന്നതാണ്. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ആമേൻ. നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം ഒരു മനോഹരമായ ഒരു വേദഭാഗം നമ്മൾ വായിക്കാനിടയായി. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു ഭാഗമായിരിക്കാം. കാര്യം 3-ാം അധ്യായം എന്ന് പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പറയുന്ന ഒരു അധ്യായമാണ്. 3-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം എന്ന് പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ച്, ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ കുടുംബജീവിതം നയിച്ചവരുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ സ്ഥാനവും ദൈവാത്മാവിന്റെ ഇടപെടലുകൾ, അവർ എങ്ങനെ അവരുടെ നിലവാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചു എന്നൊക്കെയും നമ്മൾ കാണുന്ന ഭാഗം 3-ാം അധ്യായത്തിന്റെ ആരംഭ ദശയിലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ അകത്ത് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. സ്ത്രീകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പല വിഷയങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. പുരുഷന്മാരെങ്ങനെ ആയിരിക്കണം, അവരുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം ഉണ്ടാകരുത്, അവരുടെ കുടുംബജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം, ഏതു വിധത്തിലായിരിക്കണം എന്ന് വ്യക്തമായ സവിസ്തരം വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് 3-ാം അധ്യായം എന്ന് പറയുന്നത്. അതിൽ 13-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോ 13-ാം വാക്യം മുതൽ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രാധാന്യം വർദ്ധിച്ചു വരണം. പലവിധമായ കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ കഷ്ടങ്ങളിലെല്ലാം നമ്മൾ സഹിഷ്ണുതയുള്ളവരായി തീരണം. കാര്യം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞതാണ്. കഷ്ടത നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നമ്മെ ലോകത്തിൽ നിന്ന് ക്രിസ്തു തെരഞ്ഞെടുത്തിരിക്കുക നിമിത്തം കുഞ്ഞാട് പുത്രനാഥൻ യേശു ക്രിസ്തു തന്റെ രക്തം നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ലോകത്തിൽ ഒഴിച്ച് സ്തോത്രം ഹല്ലേലൂയ നമ്മളുടെ അകൃത്യങ്ങളെ കഴുകിക്കളഞ്ഞ് ഹല്ലേലൂയ പിതാവിന്റെ കരത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ഒരു വ്യാപാരം പുത്രനും പിതാവും തമ്മിൽ നടത്തിയിട്ടുണ്ട്. പാപത്തിൽ കീഴിലായിരുന്ന നമ്മെ സ്തോത്രം പിതാവിന്റെ കയ്യിൽ നിന്ന് പുത്രൻ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു.
ആമേൻ. അങ്ങനെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അച്ചാരം കൊടുക്കുന്നത്. എന്താണ്? പരിശുദ്ധാത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന ഓരോ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ഓരോ വ്യക്തിക്കും പിതാവിന്റെ ഭവനത്തിൽ പോകുവാൻ തക്കവണ്ണം ദൈവം അവനെ വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി കാഹളം ധ്വനിക്കുന്ന നാളുവരെയും നാം ഒരുക്കത്തോടു കൂടി ഇരുന്ന് അവന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടണം, ഒരുക്കപ്പെടണം. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഓരോ വ്യക്തികളെയും ഹല്ലേലൂയ ആത്മ സ്വഭാവത്തിൽ പണിതുറപ്പിച്ച് ഹല്ലേലൂയ ആത്മമണവാളനാകുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മെ കാന്തയാന്ന് നമ്മെ വെളിപ്പെടുത്തുന്നത് വരെയും ഹല്ലേലൂയ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആ ഒരുക്കത്തിന്റെ ഭാഗങ്ങളായി ജീവിതത്തിൽ കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, പ്രതിസന്ധികൾ കടന്നു വരും. ഹല്ലേലൂയ. ആ കണ്ണുനീരും കഷ്ടങ്ങളും പ്രതിസന്ധികളൊന്നും നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ പണിതെടുത്ത് ദൈവരാജ്യത്ത് നമ്മൾ അവകാശിയാക്കി തീർക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നത്. അത് മാനുഷിക ബുദ്ധിക്ക് ഒരു പക്ഷേ മനസ്സിലാകത്തില്ല. മനുഷ്യരുടെ കഷ്ടത എപ്പോഴും ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കഷ്ടതയില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും കഷ്ടതയുണ്ട്. എന്നാൽ ഈ വചനം പറയുന്ന കഷ്ടത അതല്ല. രക്ഷിക്കപ്പെട്ട് പാപത്തോട് പോരാടുന്നതിലാണ് കഷ്ടം സഹിക്കേണ്ടി വരുന്നത്. പാപജീവിതത്തെ ഉപേക്ഷിക്കുകയും പാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല അവസരങ്ങളും സാഹചര്യങ്ങളിൽ നിന്നും ദൈവമക്കൾ ഒഴുങ്ങിയിരിക്കുമ്പോൾ ലോകത്തിൽ പലവിധ ഉപദ്രവങ്ങളും പീഡനങ്ങളും പല പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും. അത് സഹിക്കുകയും അത് സഹിച്ചു മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും ദൈവം പണിതുറപ്പിക്കുകയാണ്. അപ്പോൾ കഷ്ടം എന്ന് പറഞ്ഞാൽ പാപത്തോട് പോരാടുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് ശീലിപ്പിച്ച് പലതും ജീവിതത്തിൽ നിന്ന് വേണ്ടെന്ന് വെക്കുമ്പോൾ ജീവിതത്തിൽ ഏൽക്കുന്ന പല കഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ പല പ്രതിസന്ധികളാണ് കഷ്ടങ്ങൾ എന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു ദൈവവൈതൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട്. അവൻ കഷ്ടം സഹിക്കുന്നത് പാപത്തോടാണ് പോരാടുന്നത്. ലോക മനുഷ്യരെല്ലാവരും ലോകത്ത് ജീവിക്കുന്നു. അവർക്ക് പാപവും നീതിയും ഒന്നുമില്ല. അവർക്ക് ബോധിച്ച് അവരുടെ ഇച്ഛകൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് അവർ പോവുകയാണ്. പക്ഷേ ഒരു ദൈവവൈതലിന് അവന്റെ ഹൃദയത്തിന് ഇച്ഛകൾക്കും മോഹങ്ങൾക്കും ഒത്തോണം പോകാൻ കഴിയത്തില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവവൈതല അവന്റെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ക്രൂശിക്കുവാൻ ഇടയായിത്തീരും. ദൈവഹിതമില്ലാത്ത എല്ലാ വികാരങ്ങളെയും ക്രിസ്തുയേശുവിൽ പിടിച്ചടക്കുവാൻ അല്ലെങ്കിൽ തുനിയുമ്പോഴാണ് കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കഷ്ടങ്ങൾ എല്ലാവർക്കും ഇല്ല. പാപത്തോട് പോരാടുവാൻ വിശുദ്ധനെ പരിശുദ്ധാത്മാവ് സജ്ജമാക്കുകയും ലോകത്തിൽ പല നന്മയായതും ഉന്നതമായതും വിലയുള്ളതും മാഹാത്മ്യമുള്ളതും പലതും വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് വെക്കുമ്പോൾ ആമേൻ പറഞ്ഞ ആ വഴികളിൽ പോകാൻ തയ്യാറാവുമ്പോൾ ലോകത്തിൽ ഉപദ്രവിക്കപ്പെടും, ലോകത്തിൽ ഒറ്റപ്പെടും, ലോകത്തിൽ ക്ലേശിക്കപ്പെടും. പക്ഷെ മനസ്സിലാക്കണം, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരോ നിന്നെ ക്ലേശിപ്പിക്കുന്നവരോ നിന്നെ ഭാരപ്പെടുത്തുന്നവർക്ക് ആർക്കും നിന്നിൽ നിന്ന് എടുത്തു കളയുവാൻ കഴിയാത്തൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. കരങ്ങൾ തീർത്ത് മോദപ്രതിയാട്ടെ. ഹല്ലേലൂയ. ആ ഉത്തമ സമ്പത്ത് ആർക്കും എടുത്തു കളയുവാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആ സമ്പത്തിന് അർഹരായിരിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും. അവരൊന്നിനെ കുറിച്ചും വ്യാകുലപ്പെടത്തില്ല. കാര്യം നമ്മളിന്ന് പാടി ആരാധിച്ച വീണ്ടും ജനിച്ചവരെല്ലാം അവനോടുകൂടെ പോകും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു എന്നുള്ള പാട്ടിന്റെ അകത്തെ ഒരു വരിയാണ് ഞാനീ പറഞ്ഞത്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവർ അവനോടുകൂടെ പോകും. ആമേൻ. ആ വീണ്ടും ജനിച്ചവരുടെ ഏറ്റവും വലിയ സന്തോഷം യേശുവിന്റെ വരവിങ്കിൽ പോകാം. ഹല്ലേലൂയ. എന്നാൽ അത് വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ആ സന്തോഷമുള്ളൂ. അവരുടെ കണ്ണിൽ ഈ ലോകത്തിലുള്ളതിനൊന്നും വലിയ മാന്യതയോ മഹത്വമൊന്നുമില്ല. അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മൺമയമായത് വിട്ട് തേജസ്സുള്ള ശരീരം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി ആത്മമണവാളനാകുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മളെ ഹല്ലേലൂയ എത്തിക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നെങ്കിലും ലോകത്തെ അനുഭവിക്കാത്തവരെ പോലെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത് പലതും നമ്മൾ അങ്ങ് ഹല്ലേലൂയ അതിനെ ആസ്വദിക്കാൻ അങ്ങ് പോകരുത്. നമ്മുടെ കയ്യിലുണ്ട് പലതും, നമ്മുടെ കയ്യിൽ ദൈവം തരും. പക്ഷെ അതൊന്നും ആസ്വദിക്കാനും അതിൽ രസിക്കാനും അവിടം കൊണ്ട് നിന്റെ യാത്ര അവസാനിക്കുവാൻ ഇടയാകരുത്. പലരുടെയും ജീവിതത്തിൽ പലതും ദൈവം കൊടുക്കാത്തതിന് കാര്യം ചിലത് ദൈവം കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃപയിൽ കാണത്തില്ല. അതിലും നല്ലത് അവരുടെ ജീവിതത്തിൽ ഇല്ലായ്മകളും ശൂന്യതകളും ജീവിതത്തിൽ വെച്ചുകൊണ്ട് അവരെ പതുക്കെ നടത്തുകയാണ് ദൈവം ചെയ്യുന്നത്. കാര്യം ചിലത് അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർ കൃപയിൽ കാണില്ല.
നമ്മളത് പറയുമ്പോ പലർക്കും ദേഷ്യം വരുന്നതാണ്. അങ്ങനെ ദൈവം സ്നേഹിക്കുകയാണ്, എല്ലാം തന്നിട്ടില്ലേ? എടാ, അത് മാനുഷികമാണ്. എടാ, ലോകത്തിലുള്ളത് തന്നിട്ട് നിന്നെ നശിപ്പിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം തന്റെ രക്തം കൊടുത്താണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. അറിയാം, നീ ഭാവിയായി ജനിച്ചപ്പോ ഇവരാരും നിന്നെ രക്ഷിക്കാനില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഈ നിനക്ക് വേണ്ടി ന്യായം പറയുന്നവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നീ പാപത്തിൽ കടന്ന് വലഞ്ഞ സമയത്ത്, നിന്റെ ആത്മാവും പ്രാണനും കഷ്ടമേറ്റ സമയത്ത്, നീ രോഗിയായി നശിച്ചു പോകേണ്ടിയിരുന്നിടത്ത് നിനക്ക് വേണ്ടി ഇവരാരും സംസാരിച്ചിരുന്നില്ല. ഇവരുടെ ആരുടെ ശബ്ദം നിന്നെ ശുദ്ധീകരിച്ചില്ല. ഇവരുടെ ആരുടെ ശബ്ദം നിന്നെ സ്വർഗത്തിലെത്തിച്ചില്ല. ഇവരുടെ ആരുടെ ശബ്ദം നിന്റെ ആത്മാവിന് ആശ്വാസം നൽകിയില്ല. കർത്താവ് ചെയ്തത് എന്താന്നൊക്കെ ചിലരൊക്കെ അങ്ങോട്ട് എടുത്തു വായ ചോദിക്കും. മനസ്സിലാക്കണം, അവൻ തന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നു. മനസ്സിലാവുന്നല്ലോ? മുഴു ലോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ, അല്ലേ? മുഴു ലോകത്തേക്കാൾ സകലത്തെക്കാളും വിലയുള്ള ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് സ്വർഗത്തിലെ പിതാവ് തന്നിരിക്കുന്നത്. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടെങ്കിൽ ആളുകൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തെ അല്ല സ്നേഹിക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. ഒരുപക്ഷെ സമ്പത്തിൽ കിടക്കാം, ചിലപ്പോൾ ദാരിദ്ര്യത്തിൽ കിടക്കാം. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടെയുള്ള, എന്നാൽ നമ്മൾ ചെല്ലുന്ന രാജ്യം ദാരിദ്ര്യം നിറഞ്ഞതല്ല. ചെല്ലുന്ന രാജ്യം ഇല്ലായ്മയുടെ രാജ്യമല്ല. ഹല്ലേലൂയ! അവിടുത്തെ മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്നറിയാവോ? ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്ക് തിരിച്ചറിയണം, നമ്മൾ ചെല്ലുവാനിരിക്കുന്ന രാജ്യത്തിന്റെ ശ്രേഷ്ഠത നമുക്കൊന്ന് നോക്കാം. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചേ. 22-ന്റെ 1. ശ്രദ്ധിക്കണം, യോഹന്നാൻ അപ്പോസ്തലന് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. സ്വർഗം വെളിപ്പെടുത്തുന്നത് ക്രിസ്തു, ഒരു ദൂതനല്ല, ക്രിസ്തുവാ വെളിപ്പെടുത്തുന്നത്. ആമേൻ. ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ ചെല്ലാതെ സ്വർഗത്തിലുള്ളത് വെളിപ്പെടുത്താൻ സ്വർഗത്തിൽ ചെല്ലാതെ സ്വർഗത്തിലുള്ളത് വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ആമേൻ, സ്വതന്ത്രം. സ്വർഗത്തിൽ ചെന്നിട്ട് ജഡീക കാര്യങ്ങൾ പറയുന്ന സ്വർഗം ഉണ്ടെങ്കിൽ അത് സ്വർഗമല്ല. കാര്യം ജഡം ഈ ലോകം കൊണ്ട് അവസാനിക്കും, ജഡമോഹം ലോകം കൊണ്ട് അവസാനിക്കും. മനസ്സിലാക്കണം, ആത്മശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിൽ നമുക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്താണ് ദൈവം തരേണ്ടത്. ആമേൻ. ആ സമ്പത്ത് നമ്മൾ അവിടെ നമ്മൾ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് രാജാക്കന്മാരെ പോലെ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ സ്വർഗീയ യെരൂശലേമിൽ വാഴുമ്പോൾ, സ്വർഗീയ യെരൂശലേമിനെ കുറിച്ച് പറയുന്ന 2 കാര്യമാണ് അവിടെ വായിക്കുന്നത്. വീതിയുടെ നടുവിൽ, എന്താണ് വീതിയുടെ നടുവിൽ? കണ്ടോ, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ കണ്ടോ, പുറപ്പെടുന്ന പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, നദിയുണ്ട്. നദി ഒഴുകുന്നത് വീതിയുടെ നടുവിലൂടെയാണ്. അപ്പൊ വീതി എത്ര വലുതാണ്? ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ റോഡ് കണ്ടോണ്ടൊന്നും ചിന്തിക്കരുത് അത്, അല്ലേ? ഹല്ലേലൂയ, സഹോദരം. ഇത് കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ആ മനോഹരത്തോടെ, ഇത് തങ്കത്തെരുവീതിയാണിത്, അല്ലേ? ഹല്ലേലൂയ. അവിടെ നമ്മൾ നോക്കുമ്പോ സ്വോത്രം അതിന്റെ 21 വായിച്ചേ. 12 ഗോപുരവും 12 മുത്തും. ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും. അപ്പോ നഗരത്തിന്റെ വീതിയെ കുറിച്ച് നമ്മൾ 22-ാം അധ്യായം വായിക്കുമ്പോൾ ഈ 21-ന്റെ 21 പറയുന്നത് എന്താണ്? ആ വീതി എന്താണ്? സ്വച്ഛ സ്ഫടിക തങ്കമാണ്. മനസ്സിലായോ? ഇത് കഴുത്തെ കെട്ടിത്തുകൊണ്ട് നടന്നിട്ട് ഇവിടെ പറയും ഞങ്ങൾ വലിയവനാണെന്ന്. ഇവിടെ ഭൂമിയില് ഇത് നിത്യത കണ്ടവന് അത് കാണുമ്പോ ഒരു വിഷയമില്ല. സ്വച്ഛ സ്ഫടിക തങ്കമാണ്. എന്ത് സ്തോത്രം? സ്വർഗത്തിലെ തെരുവീതികളെ ഒരുക്കിയിരിക്കുന്നത് സ്വച്ഛ സ്ഫടിക തങ്കമാണ്, അല്ലേ? വായിച്ചേ.
വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. കണ്ടോ, ശുഭമായി പുറപ്പെടുന്ന ജീവജല നദി അവൻ എന്നെ കാണിച്ചു തന്നു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. ശ്രദ്ധിക്കണം, ജീവവൃക്ഷം. ഈ ജീവന്റെ ഫലമാണ് ആദ്യ മനുഷ്യന് നിഷേധിക്കപ്പെട്ടിരുന്നത്. ആമേൻ. അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഹവ്വ ഫലം പറിച്ച്, അല്ലെങ്കിൽ പാപത്താൽ അവൾ ജഡമോഹം അവളിൽ എഴുന്നേൽക്കേണ്ടതിന് സാത്താന്റെ വാക്ക് കേട്ട് വാങ്ങി ഭക്ഷിച്ച ഉടനെ ജഡത്തിലുള്ളത് ചിന്തിച്ചു. അതോടുകൂടി അവൾ ജഡീകയായി തീർന്നു. അങ്ങനെ പാപത്തിൽ വീണു, തേജസ് നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ടോ? അന്ന് നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗീയ മനസ്സിലാക്കണം. തോട്ടത്തിൽ നിന്നുള്ള ആ ഫലത്തിലേക്കാണ് സ്വർഗത്തിലെ ദൈവം വീണ്ടും ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആമേൻ. അന്ന് നഷ്ടമായി പോയ, അവിടെ അടച്ചു കെരൂബുകളുടെ വാളിന്റെ ജ്വാലയാൽ തോട്ടത്തിലേക്കുള്ള പ്രവേശനം അടച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കണം, നമ്മെ വീണ്ടെടുത്ത് നമ്മൾ രൂപാന്തരപ്പെട്ട് നമ്മൾ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ആദാമിനും ഹവ്വായ്ക്കും ആദ്യ മാതാപിതാക്കന്മാരായിരുന്ന അവർ പാപത്തിൽ വീണപ്പോൾ അവർ മുഖാന്തരം മാനവരാശിക്ക് സകല മനുഷ്യർക്കും നഷ്ടപ്പെട്ടു പോയ ആ ഏദനിലെ ആ അനുഭവം വീണ്ടും ദൈവം തരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ചോദിക്കുന്നു, ഇതൊക്കെ കിട്ടിയാൽ വല്ലോ ഗുണമുണ്ടോ? ഞാൻ പറയാം, ഇതൊക്കെ ജഡത്തിലിരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതിനൊക്കെ പ്രാധാന്യം. ജഡീകർ എപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ അതിന്റെ മഹത്വം കാണാൻ അവർക്ക് ഒരിക്കലും കഴിയത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ജഡീകർക്ക് എപ്പോഴും ജഡത്തിന്റെ മനോഹരത്വമായ കാര്യങ്ങൾ മാത്രം കിട്ടിയാൽ മതി. ജഡത്തിന്റെ സുഖം മാത്രം നോക്കിയാൽ മതി. അവരാരും ആത്മാവിന് വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിൽ ജനിക്കാത്തവരോട് നമ്മൾ വീണ്ടും ജനിക്കാനാണ് പറയേണ്ടത്. ശ്രദ്ധിക്കണം, അവരോട് ബൈബിൾ പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെടാത്തവരോട് അവരുടെ പാപബോധം വന്ന് അവർ വീണ്ടും ജനിക്കുവാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ല അവരോട് വെളിപ്പാട് ദിവസം എടുത്തു വെച്ച് പറഞ്ഞ് അവർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെ കാണുമ്പോൾ അങ്ങോട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ചുമ്മാ കയറിക്കിടന്ന് അവരോട് തർക്കിക്കരുത്. അവരാ ജഡത്തിലാണെന്നേ. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവില. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് തീരണം കേട്ടോ. ചിലർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും കാര്യം മനസ്സിലാവില്ല. അവര് എത്ര ഇപ്പൊ പറഞ്ഞ് ജഡീകരെ കണ്ടു കഴിഞ്ഞാൽ, അല്ല രക്ഷിക്കപ്പെടാത്തവരോട് കണ്ടാൽ അവരോട് സുവിശേഷം പറഞ്ഞ് കൃപയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ചെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന അതറിയാം ഇതറിയാം, അവനൊന്നും അറിയത്തില്ല. അതിനല്ല ഹല്ലേലൂയ പറയേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലര് വിവരമില്ലാതെ പ്രവർത്തിക്കുന്നവരുണ്ട്. ആ അവസ്ഥയിലാകരുത്. വായിച്ചേ. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായിച്ച് 12 വിധം ഫലം കായിച്ച് മാസം തോറും അതത് ഫലം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ തേജസ് പ്രാപിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ 12 കാലങ്ങളും 12 മാസങ്ങളും ഓരോ മാസങ്ങളിൽ അതാത് ഫലം പുറപ്പെടുവിക്കേണ്ടതിന് അവിടെ 12 കാലഘട്ടമുണ്ടോ? മനസ്സിലാക്കണം. ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. അവിടെ എന്തുണ്ട്? സിസ്റ്റമാറ്റിക് ആയിട്ട് 12 മാസം ഉണ്ട്. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്നാണെന്നറിയാമോ? നമ്മളുടെ അല്ല, ലോകം മുഴുവനുള്ള അവസ്ഥ എന്നാണെന്നറിയാമോ? ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ക്ലൈമറ്റ് ഒരിടത്തും ഇല്ല. ഉണ്ടോ? ക്ലൈമറ്റ് ഉണ്ടോ? എല്ലാം മാറിപ്പോയില്ലേ? പണ്ട് ഓരോ മാസങ്ങൾ മാറുമ്പോൾ ആ മാസങ്ങൾ മാറുന്നതിന് കൃത്യം അറിയാൻ പറ്റും. ഓരോ മാസം മാറുമ്പോൾ കൃത്യം അറിയാൻ പറ്റും അതിന്റെ ആ തണുപ്പായിട്ടോ കാറ്റായിട്ടോ വെയിലായിട്ടോ ചൂടായിട്ടോ മഴയായിട്ടോ ഏത് അവസ്ഥയാണെങ്കിലും ഓരോ മാസങ്ങൾ അതാതിന്റെ പ്രത്യേകത കൃത്യം കാണിക്കും. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി. മനസ്സിലാക്കണം. എന്നാൽ മനസ്സിലാക്കണം, നമ്മൾ രൂപാന്തര ശരീരം പ്രാപിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയും ഈ 12 മാസങ്ങൾ, ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നല്ല കേട്ടോ, അതറിയത്തില്ല, അതൊക്കെ ഹിഡനാണ്. ആമേൻ. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, അവിടെ ഈ 12 മാസങ്ങളുണ്ട്. മനസ്സിലാക്കണം, ഈ വൃക്ഷങ്ങളിൽ 12 മാസവും അതാത് ഫലമാണ് ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണം. ഏതിനെ കുറിച്ചാ പറയുന്നത്? സ്വർഗത്തിലെ ജീവവൃക്ഷങ്ങളുടെ കാര്യമല്ലേ പറയുന്നേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭൂമിയില് ഒരു മരത്തിൽ നിന്ന് ഓരോ മാസം ഓരോ ഫലം പുറപ്പെടുവിക്കുന്ന മരങ്ങൾ നിങ്ങൾക്ക് അറിയാവോ? പിടികിട്ടിയോ പറഞ്ഞ എന്നാന്ന്? ആമേൻ.
ഒരു മരത്തിൽ നിന്ന് ഓരോ മാസം ഓരോ ടൈപ്പ് ഫലം ഏതെങ്കിലും മരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ശ്രദ്ധിക്കണം, അവിടെ ജീവവൃക്ഷത്തെ കുറിച്ച് അവിടെ പറയുന്നു അല്ലേ? ആ ജീവവൃക്ഷം കൃത്യമായി രക്ഷിക്കപ്പെട്ട മനുഷ്യാത്മാക്കൾക്ക് കൃത്യമായി മാസങ്ങളെ അവർക്ക് വെളിപ്പെടുത്തേണ്ടതിന് കൃത്യമായ ഫലങ്ങൾ അതാത് കാലങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന എന്നാന്ന് പറയാം, നമ്മൾ അവിടെ ചെന്ന ഫുൾ ടൈം ആരാധന, അങ്ങനെയൊന്നും അല്ല അല്ലേ? നമ്മൾ അവിടെ ചെന്ന് മുട്ടയിൽ നിന്ന് ഫുൾ ടൈം ആരാധനയാണെന്നറിയാം, അങ്ങനെയല്ല. അവിടെ ദൈവത്തെ ആരാധിക്കാൻ ദൂതഗണങ്ങൾ കൃത്യമുണ്ട്. നമ്മുടെ ഡ്യൂട്ടി എന്നാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാന്തയുടെ ഡ്യൂട്ടി എന്നാന്നറിയാവോ? ക്രിസ്തു പോകുന്നിടത്തൊക്കെയും പോകണം. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു പഞ്ചായത്ത് വിട്ട് പുറത്തു പോകാൻ മേലാതെ അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ കാശില്ലാതെ അവിടെ കിടന്ന് പമ്പുന്ന പോലത്തെ പരിപാടിയല്ല ഇത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത സ്ഥലത്ത് പോകുന്നു, ഇന്ന് പറ്റില്ല, പൈസയില്ല, പിന്നെ അടുത്ത എന്നാ പറഞ്ഞ പോകുന്ന ഉച്ചയ്ക്ക് തിന്നണം, രാവിലെ തിന്നണം, വൈകിട്ട് തിന്നണം അല്ലേ? ഫുഡ് ഒരു വിഷയം, അക്കോമഡേഷൻ ഒരു വിഷയം. അങ്ങനെ ഒരു പ്രശ്നം ആരെ സംബന്ധിച്ചില്ല. ആരെ സംബന്ധിച്ചെന്നല്ല, ഏത് ശരീരത്തെ സംബന്ധിച്ച്? തേജസ്സുള്ള ശരീരത്തെ സംബന്ധിച്ചില്ല. എന്റെ കർത്താവ് പോകുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ഒരു സഭായോഗത്തിന് പോലും പോകാത്തവൻ കർത്താവിനെ അനുഗമിക്കാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലേ? ഉപവാസ പ്രാർത്ഥനയൊക്കെ വാച്ച് പൊക്കി HMT ടൈറ്റാനും കാണിക്കുന്നവനൊന്നും അല്ലെ? കൈവൊക്കെ കാണിക്കും ചിലർ സമയം കൂടുമ്പോ. HMT ടൈറ്റാൻ, പിന്നെ ഇപ്പോഴൊക്കെ കുറെ ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെയാണ് പൊക്കുന്നത്. ഞാനിച്ചിരി പഴയ ആൾക്കാരോടെ കാര്യം പറഞ്ഞത് അല്ലെ. കാര്യം കൈ പൊക്കുന്നതിൽ ഭൂരിപേരും ആരാ? പഴയ ആളുകളാ. പുതിയ പിള്ളേർക്ക് പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ. ഇന്നാളൊരു വിദ്വാൻ പറയുന്നത് കേട്ട്, കർത്താവ് എന്നാ മറ്റ് ലഹരികളൊന്നും വേണ്ട, ക്രിസ്തുവാ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ലഹരി എന്ന് ഒരുത്തം പറയുന്ന. അതായത് ഞങ്ങളുടെ മക്കൾ ആരും എങ്ങോട്ട് പോവില്ല, ലഹരിയുടെ പുറകെ പോകില്ല. ലഹരിയല്ല, ഞങ്ങൾക്ക് ക്രിസ്തു ഉണ്ട്, അതെല്ലാം ലഹരിക്ക് മേളിലാണ്. ഈ ലഹരി എന്ന് പറയുന്നത് സുബോധം പോകുന്നതാണ് ലഹരി. ദൈവവചനം സുബോധം തരുന്നതാണ്. അതായത് പരിശുദ്ധാത്മാവ് ഉള്ളി വരുമ്പോ അവന് സുബോധം വരും. അല്ല, കർത്താവ് എന്ന് പറഞ്ഞ സുബോധം പോകുന്നതല്ല. ഇന്നും പലർക്കും ബോധമില്ല ഇതിന്റെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ ചിലർ അങ്ങനെയാണ് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ മനസ്സിൽ ലഹരിയല്ല, ക്രിസ്തു വഴിയും സത്യം ജീവനും ഒന്ന് മാത്രമല്ല, അവൻ സുബോധത്തിന്റെ ആത്മാവാണ്. സുബോധത്തിന്റെ ആത്മാ, അല്ലാതെ ഇന്നത്തെ ലഹരി പിടിച്ചിരിക്കുന്ന പരിപാടിയല്ല. സുബോധത്തോടെ നിന്ന് ഈ ലോകത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. അതിനാ കർത്താവ് വിളിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ച കാര്യത്തിലേക്ക് വന്നാൽ അവിടെ എന്തൊക്കെയാണ്? 12 മാസം ഉണ്ട്. അവിടെ വായിക്കുന്ന കാര്യത്തിൽ ഒന്നും കൂടെ രണ്ടാം വാക്യം ഒന്നും കൂടെ വായിച്ചേ. ഇക്കരെയും ഈ ഞാനേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഭംഗി ദൈവം, ഇത് ശ്രദ്ധിക്കണേ, ഈ ഭൂമിയിൽ ദൈവം ചില ഭംഗികൾ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ഭംഗി, ചില ആകർഷണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ആകർഷണ സ്വർഗത്തിൽ ആ സിറ്റീസ് ഉണ്ട്. ഇവിടെ എന്താ വായിക്കുന്നത്? ഇവിടെ വായിക്കുന്നത് എന്താണ്? നദി അല്ലെ? നദിക്ക് ഇക്കരെയും. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചോണ്ടെന്നറിയാം, വലിയ വലിയ നദികള് ചെന്ന് കാണാൻ അല്ലെ, വെള്ളം ഒഴുകുന്ന കാഴ്ച കാണാൻ ചെന്ന് നിൽക്കുമ്പോ നമ്മൾ ഇക്കരെ നിന്ന് ആ വലിയ ജലം ഇങ്ങനെ ഒഴുകി പോകുമ്പോ അതിന്റെ മറുപര കാണാനായിട്ട് നമ്മൾ ഉള്ളിൽ കാണുന്ന ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയില്ലേ? ആ കാഴ്ച എന്തായിരിക്കും മറുകരയില്? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മറുകരയിൽ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ജീവവൃക്ഷം നിൽക്കുകയാണ്. മനസ്സിലാക്കണം, ഒരു ചെറിയ കാര്യമല്ല. ഇതൊരു തോട്ടം, ഇതൊരു നഗരമാണ്. ഈ നഗരത്തിനുള്ളിലാണ് ഈ തോട്ടം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ നഗരമാണിത്. ദൈവത്തിന്റെ നഗരമാണിത്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും, കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്നും ഒഴുകി വരുന്ന സ്തോത്രം പളുങ്കിനൊത്ത ശുഭമായ ജീവജല നദി അല്ലെ? അപ്പോൾ ഈ നദി എവിടെ ഒഴുകുകയാണ്? ഇത് ഈ നഗരത്തിലൂടെ ഒഴുകുകയാണ്. മനസ്സിലാക്കണം, ഇവിടെയാണ് നമ്മളെ തേജസ്സുള്ള ശരീരവുമായി കർത്താവ് നമ്മളെ വസിപ്പിക്കുന്നത്. ചെറിയ കാര്യമല്ല, നമ്മളെ കർത്താവ് വസിപ്പിക്കുന്നത് ഇതിന്റെ നടുവിലാണ്. വളരെ തേജസ്സുള്ള ശരീരത്തോടുകൂടെ ഇത് ആസ്വദിക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് 40 നാൾ ഭൂമിയിലുണ്ട്. 40-ാം ദിവസമാണ് സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് അല്ലെ? ആ ദിവസങ്ങളിലെല്ലാം കർത്താവ് ചെയ്ത കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാര്യം തേജസ്സുള്ള ശരീരം, രൂപാന്തര ശരീരം എന്തൊക്കെ ചെയ്യും?
കാര്യം തന്റെ ശിഷ്യന്മാർ തന്നെ വിട്ടുപോയി. അങ്ങനെ അവർ വല വീശാനും മീൻ പിടിക്കാനും പോയി. മടങ്ങി വന്നപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ മടങ്ങി വരുന്നപ്പോൾ കർത്താവ് അവർക്ക് അപ്പവും എന്തു കൊടുത്തു? മീനും കൊടുത്തു, അല്ലേ? അതുകൂടെ കർത്താവ് അത് ഭക്ഷിച്ചു. പലയിടത്തും കാണുന്നുണ്ട് കർത്താവും അത് ഭക്ഷിച്ച ഇടമുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ രൂപാന്തര ശരീരം പ്രാപിക്കുമ്പോഴും ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇവിടെ, അതായത് രോഗമില്ല, നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ശരീരം ജീവിക്കുന്നത് ഈ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? ഈ ജീവജല നദിയിൽ നിന്നും അതുപോലെ ജീവവൃക്ഷത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഞാനതിന് മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം പറയാം. ഓരോ ഫലങ്ങൾക്ക് ഓരോ പ്രത്യേകതയില്ലേ? എല്ലാ ഫലം, അതായത് ഞാൻ പറയട്ടെ, എന്താ പറയുന്നത്, ഓറഞ്ച് തിന്നുന്ന പോലെയല്ലല്ലോ മാംഗോ തിന്നുമ്പോൾ ഇരിക്കുന്നത്. അത് രണ്ടും അല്ലല്ലോ ലെമൺ ഒരു ഫ്രൂട്ട് അല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പൊ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ പറയണ്ടത് നമ്മൾ പൈനാപ്പിൾ പോലെയല്ല ഓറഞ്ച് ഇരിക്കുന്നു, ഓറഞ്ച് പോലെയല്ല മാംഗോ ഇരിക്കുന്നു. മൂന്നിനും മൂന്ന് അവസ്ഥയാ. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണം, മൂന്നിനും മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള മിനറൽസ് ആണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. മൂന്നിനും മൂന്ന് ഗുണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ, ആത്മശരീരത്തിന് വേണ്ടത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പ്രാപിക്കാതിരിക്കുന്ന ആത്മശരീരം തേജസ്സുള്ളത് മാത്രമല്ല, വീണ്ടും അതിൻ്റെ അകത്ത് മറങ്ങിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് സ്വർഗത്തിൽ ചെന്ന് നമ്മളത് അനുഭവിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരങ്ങൾ തീർത്തുന്ന മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെന്ന് നമ്മൾ അവനോടുകൂടെ ഇതെല്ലാം ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരണം. ഈ തങ്ക തെരുവീതിയിലൂടെയാണ് വിശുദ്ധന്മാര് നടക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ഒരുത്തനും സഭയ്ക്കകത്ത് ഏറുണ്ടാക്കുന്നവനും വഴക്കുണ്ടാക്കുന്നവനും രാത്രി കളിക്കുന്നവനൊന്നും അവിടെ കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെ ആരാണ് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്ന വഴികളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാർ അവിടെ കാണും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ തെരുവീതിയിൽ ഒരിടത്ത് പോലും രാഷ്ട്രീയത്തിന്റെ ഒരു പോസ്റ്റർ കാണത്തില്ല, അല്ലെ? അവിടുത്തെ കൺവെൻഷൻ യോഗത്തിന്റെ ഒരു പോസ്റ്റർ കാണത്തില്ല. ഒരു മഹാന്മാരുടെയും കർത്താവിന്റെ വിലയേറിയ രാഷ്ട്രന്മാരുടെ ഒരുത്തന്നെ പോസ്റ്റർ അവിടെ കാണത്തില്ല. എന്താ കാരണം? പ്രോഗ്രാം ഇല്ലാകത്തല്ല. അവിടെ വലിയ പ്രോഗ്രാം അകത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാവോ? ഇവിടെ ഈ ലോകം വെറുത്തവരാണ് അങ്ങ് ചെല്ലുന്നത്. നമ്മൾ അവിടെ കാണുന്ന ഒരു മൂന്ന് കാര്യമുണ്ട്. ഞാനിപ്പോ എടുത്തു വെച്ച വാക്യം അവിടെ കിടക്കുന്നെങ്കിലും നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങുക. നമുക്കതിന്റെ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. സ്തോത്രം. വേഗം വായിക്കണേ. 12-11 വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ അവനെ അതായത് നാം ദൈവസഭ സാത്താനെ ക്രിസ്തുയേശുവിന്റെ രക്തം ഹേതുവായും ഈ സാക്ഷ്യവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള വചനങ്ങളാണ്. സാക്ഷ്യവചനങ്ങൾ അത് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന സാക്ഷ്യവചനങ്ങൾ. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ യോഹന്നാൻ കാണുന്ന കാര്യം, സാത്താനെ ദൈവസഭ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർ സാത്താനെ യേശുക്രിസ്തുവിന്റെ രക്തത്താലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സാക്ഷ്യവചനവും ഹേതുവായും ജയിച്ചു. അടുത്തത് ഇവിടുത്തെ മരണ പര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആരാണ് തങ്ക തെരുവീതിയിലൂടെ നടക്കുന്നതെന്നറിയാവോ? തന്റെ പ്രാണനെ സ്നേഹിക്കാതെ ഇരുന്നവരാണ്. ഈ ആയുസ്സിൽ സുഖിക്കാനും ഈ ആയുസ്സിൽ ആളെ സ്വരുക്കൂട്ടാനും സമ്പാദിക്കാനും പോകാനല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഇതിനെ വെറുത്ത് ആ ശ്രേഷ്ഠമായിട്ട് നോക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ നമ്മൾ വായിച്ച നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാടുകൾ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളെ കാണുമ്പോൾ ഈ ശരീരത്തിലെ കഷ്ടങ്ങൾ, ഈ ലോകത്തിലെ പ്രതിസന്ധികളെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എവിടെയൊക്കെ സാത്താന്റെ പ്രവർത്തികളെ ജയിച്ചു, ഏത് കഷ്ടങ്ങളുടെ നടുവിലും നമ്മൾ വിശ്വസ്തത ആചരിച്ചു, ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് ഞാൻ ആദ്യം ചോദ്യം ഓർക്കുന്നുണ്ടോ?
എന്നതാണ് ഈ തങ്ക തെരുവീതിയിലൂടെ വിശുദ്ധന്മാർ, അല്ലെങ്കിൽ രണ്ട് വീതിയുടെ നടുവിൽ എന്താണ് കുഞ്ഞാടിന്റെയും കർത്താവിന്റെയും, അതായത് പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഹല്ലേലൂയ സ്വച്ഛ നദി അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വശത്ത് എന്തുണ്ട്? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ തോട്ടങ്ങളുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യമുണ്ട്, അവിടെ നടക്കുന്നവരുടെ സംസാര വിഷയം എന്തായിരിക്കും? എന്നതായിരിക്കും അവർ വിശുദ്ധന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്? നിങ്ങളൊരു കാര്യം ചിന്തിക്കും, നമ്മളെല്ലാം വാവൂട്ടി പോവുകയല്ല, അവിടെയും സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, ഞങ്ങൾ എത്ര പേര് ഗ്രഹിക്കും എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാക്കണം, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുത്തു. എങ്ങനെ? സ്തോത്രം, ഹല്ലേലൂയ, മറുരൂപ മല വെച്ച് കർത്താവായ യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുത്തു. രൂപാന്തരപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ തേജസ്സിലേക്ക് ആര് കടന്നു വന്നു? മോശയും ഏലിയാവും കടന്നു വന്നു. അവരോട് കർത്താവായ യേശു ക്രിസ്തു സംഭാഷണം നടത്തി. ഞാൻ ചോദിക്കട്ടെ, പുറകോട്ടൊന്ന് നോക്ക്. ഹല്ലേലൂയ, എത്ര സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ആവർത്തന പുസ്തകം കൊണ്ട് മോശ അവസാനിച്ചു, രാജാക്കന്മാരുടെ പുസ്തകം കൊണ്ട് ഏലിയാവ് അവസാനിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇവര് വീണ്ടും കയറി വരിക. എങ്ങനെ നടക്കും ഇത്? മനസ്സിലാക്കണം, നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവിനെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നവൻ, അവൻ ഈ ശരീരം രൂപാന്തരപ്പെട്ട് ദൈവസന്നിധി ചെല്ലുമ്പോഴും ഹല്ലേലൂയ നിത്യതയിൽ ഇരിക്കുന്നവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മരിച്ചു പോയവർക്ക് എന്താ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കാനിരിക്കും? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെ? എന്നാ ചോദിക്കാനിരിക്കുന്നത്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുന്നത്, ട്രാക്കിലേക്ക് വന്ന് കേൾക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് തന്റെ 33 വയസ്സിലെ പ്രോജക്റ്റായിട്ട് ഭൂമിയിലേക്ക് വന്നു. 30-ാം വയസ്സ് സ്നാനപ്പെട്ടു. 3.5 വർഷക്കാലമുള്ള പരസ്യ ശുശ്രൂഷ കാലയളവിലാണ് രൂപാന്തരപ്പെട്ട് കാണിച്ചത്. അങ്ങോട്ട് പോകണമെന്ന് തോന്നി ഇപ്പൊ പറഞ്ഞു ഞാൻ എടുത്ത വാക്ക് അവിടെ കിടക്കുന്നെങ്കിലും നമുക്ക് ലൂക്കോസ് സുവിശേഷം ഒന്ന് എടുത്തേ, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഞാൻ വളരെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇതിന്റെ പറയുന്നത് കർത്താവുമായിട്ടുള്ള സംസാരം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം. 9-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചേ. 9:28. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ, അവസാനത്തെ 30 രണ്ട് പുരുഷന്മാർ അവനോട് 29 മുതൽ വായിച്ചോ, ഒരു രസത്തിന് ഒരു 29 മുതൽ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. പ്രാർത്ഥിച്ചു തുടങ്ങി, പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. അടുത്ത ആ ഭാവം, പ്രാർത്ഥനയിൽ ഭാവം മാറിയ ഉടനെ ആ ഭാവം എന്തായി തീർന്നു? അടുത്ത ചേഞ്ച്, ഉടുപ്പിന് തേജസ് വന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, മുഖത്തിന്റെ ഭാവം ഫസ്റ്റ്, സെക്കൻഡ് ഇട്ടിരിക്കുന്നു, ഉടുപ്പ് പ്രകാശിച്ചു. നിങ്ങളിത് നിസാരം കാണല്ലേ? രൂപാന്തരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മുഖത്തിന്റെ ഭാവം, പ്രൈമറി മുഖത്തിന്റെ ഭാവം മാറും. രണ്ടാമത് നമുക്ക് വെളിപ്പെട്ട് വരുന്ന തേജസിന്റെ വസ്ത്രം വെളിപ്പെടും. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ കാണ്. എന്താ സംഭവിച്ചേ? വായിച്ചേ. ഇട്ടിരിക്കുന്ന വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു. ശ്രദ്ധിക്കണം, മിന്നുന്ന വെള്ളയായി തീർന്നു. വെള്ളക്കകത്തേക്ക് നോക്കുമ്പോ ഇട്ട വസ്ത്രമല്ല, വെളിച്ചമാണ് കാണുന്നത്. ഒന്ന് മുഖത്തിന്റെ ഭാവം മാറി, അവ ഇട്ടിരിക്കുന്ന ശരീരത്തിൽ തേജസ്സായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഇങ്ങനെയല്ല തേജസ്കരിക്കപ്പെടും ഇടുന്നത്. നിങ്ങളെ തേജസ്കരിക്കപ്പെടും ഇങ്ങനെയല്ല ഇരിക്കുന്നത്. നമ്മൾ ദൂതതുല്യരായി തീരും, അല്ലേ?
36 വയസ്സുകാരൻ അല്ലെങ്കിൽ 70 വയസ്സുകാരൻ നോക്കിയിട്ട് പറയും അയ്യേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെ. കാര്യം നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ ദൂത തുല്യരായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറി. ശ്രദ്ധിക്കണേ, അതുവരെ മല കയറി വന്നൊരു കർത്താവിനെ അല്ല മക്കൾ അവിടെ കണ്ടത്. ശിഷ്യന്മാർ അതുവരെ കണ്ട കാര്യം ഇവര് പേടിച്ചു പോയെങ്കിൽ കേക്കണേ, പേടിച്ചു പോകും കേട്ടോ. രക്ഷിക്കപ്പെട്ടില്ല, പേടിച്ചു പോകും അല്ലേ? രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇരിക്കണം. അതൊരു ദൂത, അതവിടെ ഞാൻ വിടുക. യേശു ക്രിസ്തു രൂപാന്തരം പ്രാപിക്കേണ്ടത് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവിന് ഇത് കാണിച്ചു കൊടുക്കണം. ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു വലിയൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ അവസാനം പറയാം. എങ്കിൽ ഈ നമ്മൾ വായിച്ച വാക്യം മനസ്സിലുണ്ടല്ലോ അല്ലേ? വായിച്ച വാക്യം ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ആ വായിച്ച എടുക്കണ്ട. നമ്മൾ ഈ ഭാഗം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. വായിച്ചേ. അവിടെ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥന, മുഖത്തിന്റെ ഭാവം മാറി. അടുത്തത് വെള്ളയായി തീർന്നു. 3 വസ്ത്രം വെള്ളയായി തീർന്നു, പ്രകാശമായി തീർന്നു. അടുത്തത് കണ്ടോ, അവർ തേജസ്സിൽ. ശ്രദ്ധിക്കണം. അപ്പോൾ മുഖം എന്ത് സംഭവിച്ചു? ഇവൻ വെളിച്ചമാണ്, വന്നവരും വെളിച്ചത്തിൽ വെളിപ്പെട്ടു. ഞാനൊരു കാര്യം, യോഹന്നാൻ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? യോഹന്നാൻ ഒരു വാക്യം എടുക്കണ്ട, ഞാനത് സ്തോത്രം യോഹന്നാൻ എഴുതിയ യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ, സ്തോത്രം. അതിന്റെ കൂടെ കേറി വരുന്നു. അതൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് പോകാം. ആമേൻ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 1 യോഹന്നാൻ 1:1 മുതൽ വായിച്ചേ. യോഹന്നാൻ 1:1. ആദ്യം മുതലുള്ളവരും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്, സ്തോത്രം, ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷതയെ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അടുത്ത വാക്യം. ദൈവം വെളിച്ചമാകുന്നു. എങ്ങനെ ദൈവം വെളിച്ചമാകുന്നു? ഇപ്പൊ ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരം, മുഖം ഭാവം മാറി, വസ്ത്രം വെള്ളയായി തീർന്നു. ഉടനെ സ്തോത്രം, മോശ ഏലിയാവും അവർ വെളിച്ചത്തിൽ വെളിപ്പെട്ടു. വെളിച്ചത്തിൽ പ്രത്യക്ഷമായി. ഇവിടെ വായിക്കുന്നത് കേട്ടോ, ദൈവം വെളിച്ചമാകുന്നു. ഏതർത്ഥ? ആത്മീകർത്ഥമല്ല, ലിറ്ററലായിട്ടും കൂടെ എടുക്കണം. നമ്മളിവിടെ ആ വെളിച്ചം നീതിയാണ്, സത്യമാണ്, അങ്ങോട്ട് ചാടാൻ വരട്ടെ. ഇതിവിടെ നിന്നൊന്ന് ചിന്തിച്ചേ. എന്താണ് അവിടെ വായിക്കുന്നത്? ദൈവം വെളിച്ചം, അവനിൽ എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ആകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഓഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ആമേൻ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോ ശ്രദ്ധിക്കണം, വെളിച്ചത്തിൽ ഇരിക്കുന്നുവെങ്കിൽ, അല്ലെ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതായത് ശ്രദ്ധിക്കണേ, ക്രിസ്തു സ്തോത്രം മുഖാന്തരം മോശയും ഏലിയാവും തേജസ്സിൽ വെളിപ്പെട്ടെങ്കിൽ ആ വെളിച്ചത്തിൽ നടന്നതുപോലെ സ്തോത്രം ക്രിസ്തു അവിടെ ഇരിക്കുകയും മോശ ഏലിയാവ് അവിടെ നടക്കുകയും ചെയ്യുന്ന രംഗമാകണ്ടേ. ഇവിടെ മറ്റൊരു വാക്യമുണ്ട്, അത് എവിടാ കിടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാനത് വിടുക. വായിച്ച ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം
പറയുന്നു എങ്കിൽ ആ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ആ സത്യം നമ്മിൽ ഇല്ലാതെ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ വെളിച്ചം അത് ചെറിയ കാര്യമല്ല. കാര്യം നമ്മളിൽ പാപമില്ലാതെ പാപത്തെ ജയിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ തേജസ്സിൽ വെളിപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ സാധിക്കല്ല, നമ്മളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. നമ്മളിൽ പാപമില്ലാതിരിക്കണം, അല്ലേ? അപ്പോൾ ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. ആ പറഞ്ഞ വാക്യം എന്താണ്? അല്ല, 5-ാം വാക്യം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. വായിച്ചേ. ആ ആ ആ ഭോഷ്ക് പറയുന്നു. ആ ആ അപ്പോൾ ശ്രദ്ധിക്കണം, സത്യം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. ഞാൻ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു വിഷയം സ്തോത്രം എൻ്റെ ഉള്ളിൽ വരുന്നത്, സ്തോത്രം അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞങ്ങൾ സ്തോത്രം വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ഈ പത്രോസിന്റെ ലേഖനത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്തോത്രം 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 വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം സ്തോത്രം അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ ഭാഗത്തെ കുറിച്ചാണ് ഈ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം സ്തോത്രം ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ. തുടർന്ന് അത് വിട്ടിട്ട് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് വരാം. ലൂക്കോസ് സുവിശേഷം സ്തോത്രം 9:28 വായിച്ച്. 9:29 അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു, അല്ലെ? 2 കാര്യം നടന്നു. അടുത്തത് 3-ാമത്തെ കാര്യം, 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. അടുത്തത് മോശയും, അടുത്തത് അവർ തേജസ്സിൽ അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച്. ഇതെന്തിനാ സംസാരിക്കുന്നത്? എന്റെ ചോദ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, അങ്ങ് വാഗ്ദത്ത നാടാകുന്ന കനാൻ നാട് മോശ കണ്ടിട്ട് കണ്ണടച്ചതല്ലേ ചരിത്രം? പിന്നെ ഇപ്പൊ എവിടുന്ന മോശ വന്നേ? സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ എടുത്തുപോയി. ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് ആര് നിലവിളിച്ചു? ഏലീശ നിലവിളിച്ചു. ഏലിയാവിൽ നിന്ന് വന്ന പുതപ്പ് ഏലീശാടെ വന്ന് മേൽ വന്ന് വീണു. അത് 2 ഖണ്ഡമായി കീറി. ദൈവശക്തിയാല് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അത് സഹോദരൻ പ്രാപിച്ച ഉടനെ താൻ മടങ്ങിപ്പോകുന്നു. ഈ പോയ ഏലിയാവിനെ തപ്പി കുറെ പേര് അവിടെ നടന്നു, 50 പേര്, അവന്മാരും ചത്ത്. പക്ഷെ ഇപ്പൊ ഈ മോശ ഏലിയാവും കർത്താവിന്റെ കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, ആളെ പല ചരിത്രങ്ങൾ കൊണ്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ ഈ ലോകം വിടുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കേണ്ടതിന് ചില മയിൽക്കുറ്റി പോലെ ചില ലേഖനങ്ങളും ശിലാസ്ഥാപനങ്ങളൊന്നും അല്ല ഒരുവന്റെ ജീവിതത്തെ നിർണയിക്കുന്നത്. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നീ അവനോടുകൂടെ പ്രത്യക്ഷമാകണം. മനസ്സിലാകുന്നുണ്ടോ? ഈ സംസാരിക്കുന്ന വിഷയം ശ്രദ്ധിച്ചോ? എന്താണ്? അവരുടെ ആയുസ്സിൽ നടക്കുന്ന കാര്യമല്ല. മോശയുടെ ഏലിയാവിന്റെ കാര്യവും അവർക്ക് അറിവില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് അവർ യെരൂശലേമിൽ യേശുക്രിസ്തു പ്രാപിക്കുവാനിരിക്കുന്ന നിര്യാണത്തെ കുറിച്ച് യേശുക്രിസ്തുവും മോശ ഏലിയാവും തമ്മിൽ നിന്ന് സംസാരിക്കുകയാണ്. അതാണ് ടോപ്പിക്ക്. ശ്രദ്ധിക്കണം, ടോപ്പിക്ക് അതാ. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ യെരൂശലേമിൽ ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. അപ്പൊ മോശ ഏലിയാവും കൂടെ ചോദിക്കുക, നീ എപ്പോഴാണ് ക്രൂശിക്കപ്പെടുന്നത്? ഞാൻ യെരൂശലേമിൽ വെച്ച് ക്രൂശിക്കപ്പെടാൻ പോകുന്നു. അത്രയുള്ള സംസാരം അല്ല. അത് വലിയ വിഷയങ്ങൾ അവിടെ സംസാരിച്ചു. അവർ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു യെരൂശലേമിൽ പിടിക്കപ്പെടുവാനായി അവൻ അവിടെ മരിക്കുവാനായിട്ട് പോകുന്നു. ഇതാണ് അവൻ സംസാരിച്ച വിഷയം. ഇന്ന് ഇവിടെ നടക്കുന്നത് സഭായോഗം. ഒറ്റ വാക്കുകൊണ്ട് തീർന്നു. ആ സഭായോഗത്തിന്റെ അകത്ത് 1/4 മണിക്കൂർ ആരാധനയുണ്ട്, അത് കഴിഞ്ഞ് സങ്കീർത്തന പ്രബോധനമുണ്ട്, അത് കഴിഞ്ഞ് വചന ശുശ്രൂഷയുണ്ട്, അതിനുശേഷം തിരുമേശയുണ്ട്. അതിനുശേഷം നമ്മൾ ആശീർവാദം പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഭയപ്പെടുന്നു. ഒറ്റ വാക്കേ പറഞ്ഞോളൂ, എന്നാണ്? സഭായോഗം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ അവിടെ വായിക്കുന്ന ഭാഗം എന്താണ്? അവൻ തേജസ് പ്രത്യക്ഷമായി അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച്
സംസാരിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, എന്റെ ചോദ്യം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ മോശയ്ക്കും ഏലിയാവിനും ഭൂമിയിൽ പിന്നീട് നടക്കുന്ന കാര്യത്തെ കുറിച്ച് ഇടപെടേണ്ട കാര്യം എന്നാ? ഞാനൊരു കാര്യം പറയാം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതുണ്ട്. അതാണ് വിവരമില്ലാത്തവന്റെ എക്സ്പ്ലനേഷൻ. ഉണ്ട്, അത്രയും കൂടെ നിർത്തും. പക്ഷെ ഇവിടെ കർത്താവ് വരച്ചു കാണിക്കുന്ന ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. ഈ തുടർന്ന് 2-3 വിഷയമായിട്ട് ഞാനൊരു ഭാഗം കാണിക്കാം. വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവർക്ക് എന്ത് സംഭവിച്ചു? ഉറക്കത്താൽ. ഞാൻ ചോദിക്കട്ടെ, പണ്ട് മരണപ്പെട്ടു പോയ ഒരാളെ കണ്ടു കഴിഞ്ഞ ഉറക്കം വരുവോ പോവുമോ? ഉറക്കം പോകും. അതാണ് ശരിക്കും പ്രോപ്പർ ചാനൽ. ഇവിടെ ഇവർക്ക് ഉറക്കം വരികയാണ് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ശ്രദ്ധിച്ചേ, ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ ലോകത്തിൽ പ്രത്യക്ഷമായാൽ ജഡീകരായിട്ട് കൂടെ നിൽക്കുന്നവരുടെ ജഡത്തിനത് താങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരെ ഉറക്കി മയക്കി കളഞ്ഞിരിക്കും. ആളുകൾ ഇസ്രായേലിന്റെ തേരും തേരാളികളുടെ ഗാഠനിദ്രയിൽ വീഴണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ കാര്യം, ഇസ്രായേലിന്റെ തേരും തേരാളികൾ ഗാഠനിദ്രയിൽ. അവിടെ നടന്നതെന്താ? ഞാൻ പറയാം നടന്നതെന്താന്ന്. ആദ്യം ഇസ്രായേൽ മക്കൾ സ്തോത്രം ദൈവത്തിന്റെ ഷെക്കൈന ഇറങ്ങി വന്നു. ഷെക്കൈനയ്ക്ക് കീഴിൽ എന്ത് സംഭവിച്ചു? സ്തോത്രം ഇസ്രായേൽ മക്കള് അവരുടെ സകല സന്നാഹങ്ങളുമായിട്ട് ചെങ്കടൽ കടക്കുകയാണ്. ചെങ്കടൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അടിയിൽ അടിത്തട്ട് വരെ സ്തോത്രം ഉണങ്ങി വരണ്ട അതിലൂടെ ഇവര് നടന്നങ്ങ് നീങ്ങുകയാണ്. അങ്ങ് നടന്ന് നീങ്ങുന്ന സമയത്ത് അവിടെ ഭാഗം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്തോത്രം മിസ്രയീമിന്റെ സൈന്യവും രഥവും കുതിരകളും ഫറവോയും എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കളെ ഫോളോ ചെയ്ത് പുറകെ വരികയാണ്. എങ്ങനെ? ഈ തുറന്നു കിടക്കുന്ന ഈ കടലിലൂടെ തുറന്ന ഹൈവേയിലൂടെ ഇവര് പുറകെ പാഞ്ഞു വരികയാണ്. ഇത് സ്വർഗം കണ്ടിട്ട് എന്ത് സംഭവിച്ചു? ഈ മുമ്പിൽ ഇരുന്ന തേജസ് എന്ത് സംഭവിച്ചു? ഇത് മുമ്പിൽ നിന്ന് പുറകോട്ട് വന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ഈ കടലിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഈ വിശ്വാസത്താൽ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? മുമ്പിൽ നിന്ന ആ വലിയ ദൈവ സാന്നിധ്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തേജസ് ഇങ്ങനെ പറന്ന് പുറകോട്ട് പോവുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് പുറകോട്ട് പോകുമ്പോ അവിടെ എന്നാ സംഭവിക്കുന്നത്? അവിടെ സ്തോത്രം ഈ രഥങ്ങളും കുതിരകളുമായിട്ട് പറവോന്യ ശക്തി പുറകോട്ട് വരികയാണ്. അവിടെ വന്ന് നിൽക്കുമ്പോ ഇസ്രായേൽ മക്കൾക്കും മിസ്രയീമ്യർക്കും നടുവിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു തേജസ്സായിട്ട്. മനസ്സിലാക്കാൻ ദൈവമക്കൾക്ക് എന്താണെന്നറിയാമോ? അത് തേജസ്സാണ്. അവർക്ക് പകൽ പോലെ വെളിച്ചമാണ് ഈ കടലിന്റെ അടിത്തട്ടി കിട്ടുന്നത്. എന്നാൽ വരുന്ന മിസ്രയീമ്യർക്കുണ്ടല്ലോ, അവരവിടെ ഓടി വരുന്നെങ്കിലും ഈ കുതിരയും അതുപോലെ അതിന് ഓടിക്കുന്നവരെല്ലാം അവിടെ മയങ്ങി വീഴുകയാണ്. അവർക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒറ്റ ചോദ്യം, എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ മഹത്വം ജഡലോകത്തിൽ പ്രത്യക്ഷമായാൽ അതിലേക്ക് അടുക്കുന്ന ഏത് ജഡമനുഷ്യനാണെങ്കിലും അവൻ മയങ്ങി വീഴണം. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവത്തിന്റെ രീതിയാണത്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇവരുന്ന് ഉറക്കത്താൽ ഭാരപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. അടുത്ത കണ്ടോ? അവിടെ വായിക്കുന്നത് എന്താണ്? ഇത് അവിടെ വായിക്കുന്നത് എത്രാം വാക്യവ? പത്രോസും കൂടെയുള്ളവർ 32 അല്ലേ? പത്രോസും കൂടെയുള്ളവർ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. അടുത്തത് ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ശിഷ്യന്മാരെയും കൊണ്ട് മല കയറുമ്പോൾ കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവേ നീ ശിഷ്യന്മാരോട് മാത്രമാണോ സംസാരിക്കുന്നത്? കർത്താവിന്റെ മറുപടി അല്ല. ശിഷ്യന്മാരോട് ചോദിക്കാം, കർത്താവ് നിങ്ങളും കൂടെ അങ്ങോട്ട് പോകല്ലേ? അതെ. ആ പോകുന്ന എന്തിനാ? ഞങ്ങളെ കുറെ കാര്യം പഠിപ്പിക്കാൻ ആണോ? ശിഷ്യന്മാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളോട് കുറെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ആ മല കയറ്റിക്കുന്നത്. അവിടെ നമ്മൾ മനുഷ്യരെല്ലാം നിൽക്കുന്നത്. പതിവ് ഉപദേശമാണത്. പക്ഷേ ദൈവത്തോട് ചോദിക്കണം, കർത്താവെ നീ ഈ മല കയറി അവിടെ ചെന്ന് നിൽക്കുന്നത് ഈ കൂടെ വരുന്ന ഈ ഉറങ്ങുന്നവർക്ക് വേണ്ടിയാണോ? കർത്താവ് പറയാ അല്ല. അപ്പോ അടുത്ത ചോദ്യം, കർത്താവെ ഈ ഇരിക്കുന്ന ശിഷ്യന്മാരോട് മാത്രം ഡിസ്കസ് ചെയ്യാനാണോ നീ പോകുന്നേ? കർത്താവ് പറയാ അല്ല. ശിഷ്യന്മാരോട് ചോദിക്കാം, നിങ്ങളുമായിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയാണോ അങ്ങോട്ട് പോകുന്നത്? അതേന്ന് അവര് പറയും.
അതിന് കാരണം എന്നാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ കാര്യം സമ്മർദ്ദിക്കാൻ ഒരു നല്ല പോയിന്റ് ഉണ്ട്. ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു വാ, അത് കഴിഞ്ഞൊരു വാക്യം വായിപ്പിക്കുന്നുണ്ട്. വായിച്ചേ. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് കണ്ടോ? ശ്രദ്ധിക്കണം. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ ശ്രദ്ധിക്കണം. ഇവൻ ഉണർന്നു, ഇവൻ കണ്ടു, ഉടനെ ഇവനിലെ ജഡം വെളിപ്പെട്ടു. ദൈവിക കാര്യം ജഡീകമായിട്ട് ചിന്തിച്ചു. നമ്മുടെ ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളുടെ നടക്കുന്നത് പോലെ ആത്മീകരായി നടത്തുന്ന അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാരെ വെറും ജഡകാര്യം പറഞ്ഞ് ലോകാര്യം പറഞ്ഞ് ഒതുക്കുന്നു കണ്ടിട്ടുണ്ടോ? ഈ പരിപാടി പത്രോസിനുണ്ടായിരുന്നെന്ന്. എന്ത് സംഭവിച്ചു? പത്രോസ് എന്നാ കാണിച്ചു? പത്രോസ് എന്നാ പറഞ്ഞ്? കാരണം അവര് ആ സംഭാഷണം നടന്നിട്ട് കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുന്നത്, അവർ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിൽ മറയുന്നത് കണ്ടപ്പോൾ പത്രോസ് പറയുക, അവരിവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്കും കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പത്രോസ് ചോദിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്നാണെന്നറിയാവോ? എന്നായിരിക്കും പത്രോസ് ചോദിക്കാൻ പോകുന്ന? അവരെ അവിടെ പിടിച്ചിരുത്തിയ പത്രോസ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നായിരിക്കും? അത് ഉറപ്പാ ചോദിച്ചിരിക്കും. ഏതാണെന്നറിയാവോ? എനിക്കറിയാം ചോദ്യം ഏതാണ്. അത് പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 4 മുതൽ വായിച്ചേ. 1-4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. അതായത് ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കേണ്ടതിന് യെരൂശലേം വിട്ടു പോകാതെ നിങ്ങൾ അവിടെ ഇരിക്കണം. ഇത് അങ്ങോട്ട് ഇരുന്ന് പ്രാപിച്ചാൽ മതി. ഇത് പറയുമ്പോ അടുത്ത ഡയലോഗ് എന്താ പറഞ്ഞേ? യോഹന്നാൻ വെള്ളം കൊണ്ടും സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം താമസിയാതെ നിങ്ങൾക്ക് വരും. ഞാൻ പറയട്ടെ, അതല്ലേ ഇമ്പോർട്ടന്റ്? അവിടെ അതിന്റെ ഇടയ്ക്ക് ബൈബിൾ കോളേജ് തുടങ്ങാൻ പറ്റിയൊരു ചോദ്യമുണ്ട്. അടുത്ത് വായിച്ചേ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ നല്ലപോലെ വായിക്കണം, അതാ വാക്യം. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, നീ ഇസ്രായേലിന് എന്ന് ചോദിച്ചു. ആ രോഗം ഇതുവരെ പോയിട്ടില്ല. അപ്പോ ഈ 3 പേരെ അവിടെ പിടിച്ചിരുത്തി ഇടയ്ക്ക് ചോദിക്കാം, അതെ മോശെ, നമ്മള് വാഗ്ദത്ത നാട് ഇപ്പൊ ഇത്രയൊക്കെ എത്തി, ഇപ്പം ഇവിടെ 2ാമത്തെ ആലയമായി ഇപ്പൊ അവിടെ ഇരിക്കുന്നത്, ഹേരോദാവിന്റെ ആലയം, അതും പൊളിഞ്ഞു പോകും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ അപ്പൊ പിന്നെ ഈ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? ഇത് പത്രോസിന്റെ ഒരു പ്രശ്നമാ, ഈ കൂടെയുള്ള ഒരു പ്രശ്നമാ. ഇവർക്ക് യഹൂദന്റെ ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എപ്പോഴാ ഞങ്ങളുടെ അപ്പച്ചന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആലയം നല്ലപോലെ പണിയുന്നത്? ഈ രോഗം വിടണം, ഈ ചോദ്യം നിർത്തിയിട്ട് നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന് കീഴടങ്ങാനാണ് ഇന്ന് അനേകർക്ക് കഴിയാതിരിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ പുറകെയാണ് ഇന്ന് അനേകർക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുക. എന്താ അവിടെ പറഞ്ഞ കർത്താവ് പറഞ്ഞ തന്നെ? ഈ കാലത്തിലോ ഞങ്ങളുടെ രാജ്യം രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അടുത്തത്, അവന് യേശുക്രിസ്തു ഈ ശിഷ്യന്മാരോട് കണ്ടോ, പിതാവ് തന്റെ സ്വന്തം അജണ്ടയിലും പ്രോട്ടോകോളിലും വളരെ ടൈം ചാർട്ടിലും വെച്ചിരിക്കുന്ന ഓരോ കാര്യം, ആ കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് അത് അപ്പോസ്തലന്മാരാകുന്ന പത്രോസിനോട് അവരോടും പറഞ്ഞു, ഇത് നമുക്കും ബാധകമാ. ഈ എല്ലാം കൂടെ നോക്കിയിട്ട് യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോഴാ, നാളെയാണോ മറ്റന്നാളാണോ, 3A അറ്റ്ലസ് വരാൻ പോവുക അപ്പോഴാണോ, ഇങ്ങനെയുള്ള 100 ചോദ്യം ഇതൊന്നും അന്വേഷിക്കുന്നത് നമ്മുടെ അല്ല. പിന്നെയോ അത് അന്വേഷിക്കാൻ പോയാൽ നിന്നിൽ പകർന്ന അഭിഷേകത്തിന്റെ വഴിയിൽ നീ നടക്കാതെയാകും.
മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. വായിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ 3 പേർക്ക് ഈ കുടിലുണ്ടാക്കാൻ അവരെ 3 പേരെ ഇവിടെ താമസിപ്പിക്കുന്നു പറയുമ്പോൾ ഉള്ളിലെ ഈ ടെൻഡൻസി ഇതാണ്. ഇവർക്ക് അറിയണം ഏത് രാജ്യത്താണ് ഇസ്രായേൽ രാഷ്ട്രം യഥാസ്ഥാനത്താകുന്നത്, എപ്പോഴാണ് കർത്താവിന്റെ വരവ് മടങ്ങി വരുന്നത്. അത് മാത്രമല്ല, ഇത് ക്ലിയർ ആയിട്ട് അറിയണം. അപ്പോൾ ഈ ഭൂമിയിൽ വേല തികച്ചിട്ട് പോയ 2 പേരോട് ചോദിക്കുന്നില്ല ഇച്ചിരി കൂടെ നല്ലത്? കർത്താവിനോട് നേരെ ചോദിച്ചാൽ പറയില്ല. പക്ഷെ ആർക്കറിയാം? ഈ പറയുന്ന മോശയ്ക്ക് ഏലിയാവിനോട് ചോദിച്ചാൽ അറിയാം. മനസ്സിലാക്കണം, അവർ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് കർത്താവിന്റെ തേജസ്സിൽ ഇവരെ ഒന്ന് പ്രത്യക്ഷമായേക്കുവാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ദൂതതുല്യരായി തീർന്ന ഈ 2 പേർക്കും വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ ഒരുപക്ഷെ ക്രിസ്തു പറഞ്ഞില്ലേലും അവര് പറയാം. അവിടെ പൊളിറ്റിക്സ് കേട്ടാണ് നടക്കുന്നത്. വായിച്ച അടുത്ത ഭാഗം വായിച്ചേ. അല്ല മടങ്ങി ലൂക്കോസ്. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കാം. വെറും ജഡമനുഷ്യയാകുന്ന പത്രോസ് വെറും തോറായിക്കകത്തും നെബീമിനും കെത്തുബീമിന്റെ അകത്തും മാത്രം വായിച്ചിറങ്ങിയ മോശയുടെ ചരിത്രവും ഏലിയാവിന്റെ ചരിത്രവും വെച്ച് ഈ വന്ന ഇവർ 2 പേരാന്ന് കൃത്യം ഈ പത്രോസിന് എങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചേ. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് ഞാൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. കണ്ടോ? ഇന്നത് എന്ന് പറയാതെ അറിയാതെ. അപ്പൊ ഇന്നത് എന്ന് ഗ്രഹിക്കാതെ പറഞ്ഞു എന്ന് ഈ സുവിശേഷം എഴുതുമ്പോൾ ലൂക്കോസ് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ആ നേരത്ത് പറയുന്നത് എന്തായിരിക്കും? താൻ ആഗ്രഹിക്കുന്നതല്ല, പ്രവർത്തിക്കുകയും പറയുന്ന ഒരു എസ്റ്റസിയിലേക്ക് അല്ലെ ആ വ്യക്തി കയറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പറയുന്നത് എന്താന്ന് ഒരു സുബോധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വായി വന്ന കാര്യം പറയുകയാണ്. അടുത്തത് വായിച്ചേ. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന്. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ പ്രശ്നം എന്നാന്ന് ശ്രദ്ധിച്ചോ? ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ തന്റെ മഹത്വത്തിലേക്ക് പ്രത്യക്ഷമായി വന്നത് മോശയും ഏലിയാവുമാണ്. അപ്പോൾ ക്രിസ്തു തന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് ലോകത്തിൽ ഈ 3.5 വർഷം ഇരുന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ ചെയ്യുന്ന ശുശ്രൂഷയിൽ അതിലുപരിയാണ് ദൈവപുത്രൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് തന്നാൽ വിളിക്കപ്പെട്ട സകലരോടും അവൻ എല്ലാ നാളും എന്നേക്കും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെ ദൈവം എന്ന് പറഞ്ഞ അവൻ മരിച്ചവന്റെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. മനസ്സിലാക്കണം. തലമുറയായിട്ട് എല്ലാ തലമുറയിലും തനിക്കുള്ളവരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവന്റെ സന്നിധിയിൽ ഇരുത്തുമ്പോൾ തലമുറകൾ കൊണ്ട് വായിക്കാൻ കഴിയാതെ സകലരോട് ഒരുപോലെ സംസാരിക്കുന്ന ഒരുവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അവന്റെ ശുശ്രൂഷ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, പുത്രന് വെളിപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഇതിന് സാക്ഷി നിൽക്കുന്നത് ആരാന്നറിയാവോ? ആരാണ്? പിതാവായ ദൈവമാണ്. പത്രോസ് ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമാണ് ആ നേരത്ത് കണ്ടത്. എന്നാ സംഭവിച്ചപ്പോ? ഇത് ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ എന്നുള്ള കാര്യം അറിയാതെ പറഞ്ഞപ്പോ എന്നാ സംഭവിച്ചു? കണ്ടോ? മേഘത്തിലായപ്പോൾ കണ്ടോ പേടിച്ചു എന്ന് പറഞ്ഞ എന്താ? ഇവൻ സ്തോത്രം ഈ നേരത്ത് പത്രോസ് സംസാരിച്ച വിഷയങ്ങൾ സ്തോത്രം ഹല്ലേലൂയ അവൻ കർത്താവ് തന്റെ അധികാരത്തിൽ വെച്ച കാര്യം സംസാരിക്കുമ്പോൾ അത് കണ്ട് അവനോട് ഇടപെടുന്ന വ്യക്തിയെ മാറ്റി നിർത്തുകയല്ല, അവൻ ചോദിച്ച ഇടപെട്ട വിഷയത്തിൽ അവൻ അറിയാത്ത മേഖലകളിൽ നിന്ന് സ്വർഗീയ പിതാവ് ഇടപെട്ട് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, സ്വർഗീയ പിതാവിന് പത്രോസിനെ അറിയാവോ? അറിയാം. നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ പ്രതികരിക്കുന്ന ഏതൊരു വിഷയത്തിലും പിതാവിന്റെ സാന്നിധ്യമുണ്ട്.
മനസ്സിലാകുന്നുണ്ടോ? വായിച്ചേ. അതിന് ഞാൻ തെളിയിക്കുന്ന വാക്യം പറയാൻ പോകുന്നിനി. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. അപ്പൊ ഇവന് ചെവി കൊടുക്കുവിൻ എന്നുള്ളൊരു ശബ്ദം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം കേൾക്കണേ. നമ്മൾ ഈ വിഷയം എല്ലാം പറഞ്ഞു തുടങ്ങി അല്ലേ? ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു സ്തോത്രം, അതിന്റെ 28-ാം വാക്യം വായിച്ചു തുടങ്ങുന്നത് എങ്ങനെയാ? ഈ വാക്കുകളെ പറഞ്ഞിട്ട്. അപ്പൊ ആ വാക്കുകൾ എന്താന്ന് ഇനി കാണാൻ പോവുക. ആ വാക്കുകളെ പറഞ്ഞിട്ട് അടുത്തത് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ, അപ്പോ പറഞ്ഞ വിഷയവും 8 ദിവസത്തിന്റെ ഗ്യാപ്പും, അപ്പൊ 8 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം 8 ദിവസത്തിന് ശേഷം അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. 8 ദിവസം മുമ്പ് എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് പുറകോട്ടൊന്ന് കയറി വായിച്ചാലോ? അവിടെ വായിച്ചേ, അവിടെ വായിച്ച അതിന്റെ പുറകോട്ട് വായിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം അതിന്റെ 23 മുതൽ വായിച്ചേ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞു ശ്രദ്ധിക്കണേ, എന്നെ അനുഗമിക്കാന്ന് നമ്മൾ പറയുമ്പോ സുവിശേഷ വേലയ്ക്ക് എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുകയാണോ? അതെ, അത് പ്രൈമറി ലെവലിൽ അത് പറഞ്ഞാലും അതിന്റെ യഥാർത്ഥ സ്റ്റാൻഡേർഡ്, യഥാർത്ഥ മീനിങ് അതല്ല, അതിലും ആഴമുള്ളതാണ്. ആമേൻ. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് അനുഗമിക്കട്ടെ. വായിച്ചു പോ. ഞാനൊരു കാര്യം പറയാം, ഇനി ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ 28 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോ അവിടെ പ്രത്യക്ഷമാകുന്ന രണ്ടുപേരും മോശ ഏലിയാവല്ലേ? അവരെ മുൻനിർത്തി അവരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഇരുത്തിക്കൊണ്ട് ഇനി 23 മുതൽ ഒന്ന് വായിച്ചേ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, അവൻ മോശയോ ഏലിയാവോ ആകട്ടെ, ഇവർ രണ്ടുപേരും തന്നെത്താൻ നിഷേധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? അടുത്തത് കണ്ടോ, അവരുടെ രണ്ടുപേരുടെ ആയുസിൽ ഓരോ നിമിഷങ്ങളും അവർ കർത്താവിന് വേണ്ടി മാത്രമാണ് നിന്നത്. അടുത്തത് അനുഗമിക്കട്ടെ. കണ്ടോ, ഇത് രണ്ടുപേരും മോശ വടിയെടുത്ത് പാറയടിച്ചു അല്ലെ? അങ്ങനെ ചെയ്തത് കൊണ്ട് അവന് വാഗ്ദത്തം കാണാൻ പറ്റിയില്ല. അടുത്തത് ഏലിയാവ് എന്ത് കാണിച്ചു? ഏലിയാവ് അതായത് ഇസബെലിന്റെ വായിലെ വാക്ക് കേട്ടപ്പോ ഭയപ്പെട്ട് മരിക്കാൻ ഒരുങ്ങിപ്പോയി കളഞ്ഞു അല്ലേ? അടുത്തത് ആരെങ്കിലും എന്റെ ജീവനെ രക്ഷിക്കുവാൻ ശ്രദ്ധിച്ചോ, രക്ഷിക്കാൻ ഇവർ രണ്ടുപേരും രക്ഷിക്കാൻ നോക്കിയ രംഗം കണ്ടു. രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ കളയും. അടുത്തത് കളഞ്ഞാലോ? കണ്ടോ, ഇവർ രണ്ടുപേരും പ്രാപിച്ചത് മരണം കാണാതെ എടുക്കപ്പെടുകയാണ്. അപ്പോ ഇവിടെ കർത്താവിനെ നിമിത്തം ഈ ലോകത്തിൽ ജീവിക്കാൻ പ്ലാൻ ചെയ്യാതെ അതിനെ കളഞ്ഞാൽ ദൈവരാജ്യം ഒരു നേടും. അടുത്തത് വായിച്ചേ. ഇപ്പൊ എന്താ ഇത് വായിക്കുന്നത് മനസ്സിലാവില്ല, ഞാൻ പറയാം. എന്ത് പ്രയോജനം? വരുമ്പോൾ അടുത്ത വാക്യം എന്നാൽ, ഇവിടെ ഈ വാക്യമാണ് വളരെ പ്രാധാന്യം. ഇവിടെ മോശ ഏലിയാവ് നിൽക്കണേ. എന്നാൽ കാണുവോളം മരണം ആസ്വദിക്കാത്തവർ അതാരാ? പത്രോസാണോ? യോഹന്നാനാണോ? ലൂക്കോസാണോ? യാക്കോബാണോ? ശിഷ്യന്മാരാരെങ്കിലും ആണോ? ആരാ? ആ വാക്യം എന്താ പറയുന്നത്? എന്നാൽ ദൈവരാജ്യം കാണുവോളം ഉണ്ട്. കണ്ടോ, എന്താ വായിക്കുന്നത്? നിൽക്കുന്നവരിലുണ്ട് സത്യമെന്ന് ഞാൻ നിങ്ങളോട്. അതാരാ? അതായത് അവിടെ മരണം ആസ്വദിക്കാത്ത ചിലര്
എന്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ട് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റത്തില്ല, എനിക്ക് അവരെ കാണാൻ പറ്റും. ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് 28-ാം വാക്യം, ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോ, അപ്പൊ ആ പറഞ്ഞ വാക്കെന്താന്ന് ഇവിടെ മരണം ആസ്വദിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ആ വിഷയം അവരൊക്കെ മനസ്സിലാക്കണം. അതെല്ലാരെയും കാണിക്കാൻ പറ്റില്ല. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരും അത് കാണാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരല്ല. വായിച്ചേ. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് മലയിൽ കയറിപ്പോയി. അവൻ എന്താ പ്രാർത്ഥിച്ചത്? അരാം സൈന്യം വന്ന് നിന്നപ്പോ ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ഈ പ്രവാചകദാസന്റെ കണ്ണൊന്ന് തുറക്കണം. അത് തുറന്നപ്പോ അരാം സൈന്യത്തെ അല്ല കണ്ടത്, ഈ മല മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആരെ കണ്ടേ? അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളുമാണ് പ്രവാചക ശിഷ്യൻ കാണുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? കത്തുന്നില്ല, പേടിയോ വിഷമോ BTH ഒക്കെ കയറി വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ. ആ പ്രവാചക ശിഷ്യന്റെ കണ്ണു തുറന്ന് അവനെ കാണിച്ചു കൊടുത്തു. അതുവരെ കാണാത്തത് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിലെ മരണം കാണാതെ ചിലർ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തു ലോകത്തിൽ ഭൂമിയിൽ വന്ന അവന്റെ തേജസ്സിൽ അവനിൽ അടക്കപ്പെട്ടവരും അവനിൽ വസിക്കുന്നവരും അവനിൽ വെളിപ്പെടില്ലേ? ഹല്ലേലൂയ. നമ്മളിപ്പോഴും ആ 33 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരനെ കാണാനാണ് ചെല്ലുന്നത്. അതാണ് നമ്മൾ ദൈവത്തെ കാണാതെ തിരിച്ചു വരുന്നത്. പിടികിട്ടിയോ? ദൈവത്തെ കാണാതെ തിരിച്ചു വരുന്നത് നീ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാ. നീ ദൈവത്തെ കണ്ടാ നീ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇവിടെ എന്താ സംഭവിച്ച? ആ പറഞ്ഞ കാര്യം എന്തെന്ന് കാണിക്കാൻ കോർ ഗ്രൂപ്പിൽപ്പെട്ട ഏതൊരു വിഷയങ്ങളും ക്രിസ്തു പേഴ്സണലി പഠിപ്പിക്കുന്ന അറിയിക്കുന്ന ഈ ശിഷ്യന്മാരെ അങ്ങനെ ഉറപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ലേ? ഒന്ന് വായിച്ചേ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. കണ്ടോ? അപ്പോ ഇതാണ് സംഭവം. ഇത് പറഞ്ഞിട്ട് അപ്പൊ ആ പറഞ്ഞ കാര്യം എന്താണെന്ന് അവരെ കാണിക്കണം. ഇനി ഇടയിൽ നിൽക്കുന്ന ആരാന്ന്? അല്ലാതെ ആരാ? ഇവിടെ ഇതിന് പലരും വ്യാഖ്യാനം കൊടുക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ഈ നിൽക്കുന്ന ശിഷ്യന്മാരാണെന്നും അത് വെറുതെ പറഞ്ഞതാണെന്നും അത് ആലങ്കാരിക, അതാണ് ഊടായ്പകൾ. ഇത് ഉള്ളതുപോലെ പറയാനുള്ള കൃപയും ശക്തിയും പരിശുദ്ധാത്മാവ് കൊടുക്കണം. അതില്ലാതെ ഇത് വ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രശ്നം നിൽക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ആ തലമുറയിലുള്ളവർ ഇവിടെ വന്നു ശ്രദ്ധിക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ മറുരൂപ മലയില് മോശയും ഏലിയാവും വന്നെങ്കിൽ അവരവിടെ ഉണ്ടെങ്കിൽ ഇവരോട് പ്രസംഗിക്കുമ്പോ അവിടെ ഇല്ലേ? നിങ്ങൾ എന്നെ ഇത്ര മനസ്സിലാക്കാത്തെ? പക്ഷേ കർത്താവിനോട് കൂടെ മറുരൂപ മലയെ മാത്രം അങ്ങോട്ടോ വരാവുള്ളൂ കേട്ടോ, ഞാൻ തന്നെ ഇരിക്കുമ്പോ അവിടെ ഒന്നും വെളിപ്പെട്ടേക്കരുത് കേട്ടോ, അങ്ങനെ കർത്താവ് പറയുവോ? ദൈവത്തെ പരിമിതിയോടെ കാണുന്നത് കൊണ്ടാണ് നിനക്ക് ഇത് മനസ്സിലാകാത്തത്. നമ്മുടെ കണ്ണ് ദൈവം മറച്ചതാണ്, നമ്മൾ കാണില്ല. നമ്മുടെ കണ്ണ് ഈ കണ്ണാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. നാം കാണാൻ ദൈവം അനുവദിച്ചാലേ ദൈവിക കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. മനസ്സിലാക്കണം. ഇവിടെ സംഭവിച്ച കാര്യം ഒന്ന് നോക്കിയേ. അവിടെ മറുരൂപ മലയില് അവരെ മോശ ഏലിയാവിനെ ദൈവം കാണിച്ചു കൊടുത്തു. അവരവിടെ മാത്രമല്ല, അത് ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പത്രോസ് ഒന്ന് കാണണം, യാക്കോബ് യോഹന്നാൻ ഒന്ന് കാണണം. പക്ഷെ മനസ്സിലാക്കണം, കർത്താവ് ശുശ്രൂഷിക്കുന്നിടത്തൊക്കെയും മനുഷ്യരുടെ കണ്ണിന് മറയപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ എന്നാ? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ എന്നാ? അവൻ പ്രത്യക്ഷമാവുമ്പോൾ അവനോടുകൂടെ നാമം രൂപാന്തരപ്പെട്ട് അവന്റെ സന്നിധി പ്രത്യക്ഷമാകും എന്നൊക്കെ വലിയ ആഘോരമായി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വിശ്വസിക്കുന്നില്ലല്ലേ? വിശ്വസിച്ചാൽ ഇത് പറഞ്ഞാൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാനാ നോക്കുന്നത്. ഇത് തന്നെ നടക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുകയും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആത്മീയ കാര്യം പറയുമ്പോൾ മനസ്സിലാകാതെ ഇരിക്കുകയും ചെയ്യുകയാണ്. അല്ലേ?
അതായത് നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കണം 23 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത് പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞ് ആ എല്ലാവരുടെയും കൂട്ടത്തിൽ ആര് നിപ്പുണ്ട്? മോശയും ഏലിയാവും നിപ്പുണ്ട്. മനസ്സിലാവുന്ന കർത്താവേ, ഈ നാളെയും മറ്റന്നാൾ അടുത്തൊരു ചൂണ്ടയും വലയും മേടിക്കുമ്പോൾ ചാടിപ്പോകുന്ന പത്രോസിനെ മാത്രം ശരണപ്പെട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ ദൈവമാണെങ്കിൽ അവൻ സമ്പാദിച്ചതും നേടിയതും ജയിച്ചതുമായ അവന്റെ സമ്പാദ്യത്തോടെല്ലാം ഒരുപോലെ പറയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ എല്ലാവരോടും പറഞ്ഞത് അവിടെ വായിക്കുന്ന എന്താണ്? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ. ഇത് ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം ദൈവപുത്രനെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കണം, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ ആരുമുണ്ട്? ഈ മോശ ഏലിയാവ് നിപ്പുണ്ട്. പക്ഷെ മനുഷ്യർക്ക് അവരെ കാണാനോ ജഡപ്രകാരം അവരോട് ഇടപെടാനോ കഴിയത്തില്ല. അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അവർ തേജസ്സിൽ പ്രത്യക്ഷമായാൽ മാത്രമേ നിൽക്കുന്നവർക്കത് മനസ്സിലാകത്തുള്ളൂ. കാര്യമെല്ലാം പറഞ്ഞു വന്നപ്പോൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന അനേകരുണ്ട്. അവർ 2 പ്രധാനികളായിട്ടിരിക്കുന്ന മോശ ഏലിയാവ് വന്ന് അവർ സംസാരിക്കുന്ന വിഷയം കേട്ടോ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ശ്രദ്ധിക്കുക. ഇവർ കർത്താവിനോട് കൂടെ ഇവര് മുമ്പേ ഉണ്ടെന്നുള്ളതിനുള്ള ബെസ്റ്റ് തെളിവ് എന്നാണെന്നറിയാവോ? എന്നാ തെളിവ്? ഈ 2 പേര് വന്ന് ചോദിക്കുന്നത് എന്താ കർത്താവിനോട്? അവരെന്താ വന്ന് ചോദിക്കുന്നത്? യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുള്ളവനല്ലേ ചോദ്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയായിട്ട് പറഞ്ഞു ഇതെന്നാ പറയുന്ന എന്നോട് കൂടെ എല്ലാ കാര്യവും വരുന്ന കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഞാനൊരു വിഷയം പറയുമ്പോൾ അത് എന്താ പാസ്റ്ററെ പറഞ്ഞത് ചോദിക്കണമെങ്കിൽ എന്റെ കൂടെ വരുന്നവർക്കല്ലേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കണം, ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ സാക്ഷിയാണ്. ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, ഇസ്രായേലിനെ വീണ്ടെടുക്കും, അളവിയാസൻ എന്റെ രക്തം കൊണ്ട് സമ്പാദിക്കും. അങ്ങനെ വന്നപ്പോൾ മനസ്സിലായി ആ യാഗം കഴിക്കുന്നത് എപ്പോഴാണെന്ന് കർത്താവിനോട് ചോദിക്കാൻ അതൊരു ചർച്ചാ വിഷയമായി. അപ്പോൾ മനസ്സിലാക്കണം, ശിഷ്യഗണങ്ങളിൽ നിന്ന് ഉറങ്ങുമ്പോഴും അളവിയാസൻ അനേക തലമുറകൾക്ക് പുറകിൽ ഈ ഭൂമിയിൽ ജഡപ്രകാരം ജീവിച്ചിരുന്നവരും ഇന്ന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരും അപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, യെരൂശലേമിൽ നീ എവിടെ വെച്ചാണ് നീ നിര്യാണം വഹിക്കുന്നത്? നിന്റെ ക്രൂശീകരണം എപ്പോഴായിരിക്കുമെന്ന് ചോദ്യമാണ്. ഞാനൊരു കാര്യം പറയാം, നീ ആത്മാവിൽ ജനിച്ചതാണെങ്കിൽ നിന്റെ ചോദ്യങ്ങൾ അവസാനിക്കത്തില്ല കേട്ടോ. നിത്യതയിലും നീ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ഈ ആയുസ്സിൽ, ഈ ദേശത്തിൽ, ഈ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരുവനായിട്ടല്ല നിങ്ങളെ കാണേണ്ടത്. ഈ നിത്യതയെ കുറിച്ചുള്ള ആ വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് ഇതുകൊണ്ട് മാത്രം പരിമിതിപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കർത്താവ് അവരോട് കൂടെ. ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടപ്പോഴാ ചോദ്യം വന്നത്. അവരോട് സംസാരിച്ച വിഷയം എന്നാ? യെരൂശലേമിൽ നീ പ്രാപിക്കാൻ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അതിന് ചോദ്യങ്ങളുണ്ട്. ടോപ്പിക് ഇതാ, ടോപ്പിക്കിന്റെ അകത്ത് ചോദ്യങ്ങളുണ്ട്, ആൻസറുകളുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ ഇരുന്ന പത്രോസിന് ഇത്രയും കേൾക്കാൻ, യാക്കോബിനും യോഹന്നാനും ഇത്രയും കേൾക്കാനേ പറ്റുള്ളൂ. യെരൂശലേമിൽ പ്രാപിക്കാനും നിര്യാണത്തെ കുറിച്ച് യേശു സംസാരിച്ച അത്രയോ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അവർ തമ്മിൽ ചോദിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അടുത്തത്, ഇവിടെ ചോദിച്ചെങ്കിൽ ഇതിനു മുമ്പേ ഈ കർത്താവിന്റെ കാര്യങ്ങൾ ഞങ്ങളല്ലാതെ ഇവര് കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളല്ലാതെ ഇവർ ഞങ്ങളോടുകൂടെ ഇരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പടകിലിരുന്നപ്പോ ഇവർ അവിടെ ഉണ്ടായിരുന്നോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവിടെ ഇവരുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇവിടെ പ്രത്യക്ഷമായെങ്കിൽ നമ്മളോട് കൂടെ ആരൊക്കെയുണ്ട്? ഇവരൊക്കെ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മൾ തന്നെയാണോ? അപ്പൊ ചോദിക്കുന്ന അങ്ങനെയൊക്കെ അതിനൊക്കെ തെളിവുണ്ട്. അതിനാണ് ഇന്നത്തെ നമ്മുടെ കുറിവാക്യം. ഇന്നത്തെ കുറിവാക്യം തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് കംപ്ലീറ്റ് അത് ലീഡ് ചെയ്ത് അതിന്റെ യഥാർത്ഥ സെന്റൻസിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ വായിച്ചു, മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷമായെങ്കിൽ ക്രിസ്തു എവിടെയൊക്കെ പ്രത്യക്ഷമായി നമുക്കൊന്ന് കാണണ്ടേ? 1 പത്രോസ് 3 സ്തോത്രം 19 വാക്യം ഒന്ന് വായിച്ച്, വേഗം വായിച്ച്, സമയം പോയി. 1 പത്രോസ് 3:19 അവിടെ വായിക്കുന്ന ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത്
പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആരാ പ്രസംഗിച്ചേ? ആരാ പ്രസംഗിച്ചേ? ആരാ പ്രസംഗിച്ചേ? ഒന്നും കൂടെ വായിക്ക്. മുകളിലോട്ട് ഒരു വാക്കൂടെ കയറ്റി വേണം വായിച്ചോ. ഹല്ലേലൂയ. 18 ക്രിസ്തുവും അല്ല 17 മുതൽ വായിച്ചോ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. അടുത്തത് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ശ്രദ്ധിക്കണം, ഇവിടെ ഈ വാക്യം പത്രോസ് പറയുമ്പോ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ജീവിതവും ക്രൂശീകരണവും സ്തോത്രം ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഇവിടെ പറയുമ്പോ അതുകൊണ്ട് മാത്രം ഒഴുങ്ങുന്ന ഒരു കർത്താവിനെ കുറിച്ചല്ല അടുത്ത വാക്യം പറയുന്നത്. അടുത്ത വാക്യം എന്താ പറയുന്നത്? ആര്? ആത്മാവിൽ കർത്താവായ യേശു ക്രിസ്തു. ഒന്നും കൂടെ വെച്ചാൽ ആത്മാവിൽ ചെന്ന്. അതെങ്ങനെ നോഹയുടെ കാലത്ത് കർത്താവ് എവിടെ ചെന്ന്? എങ്ങനെ ചെന്നു? ഞാൻ പറയാം, മോശയും ഏലിയാവും യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കർത്താവിന്റെ മുമ്പിൽ മറുരൂപമലയിൽ വെളിപ്പെട്ടതുപോലെ ക്രിസ്തു സ്തോത്രം ഹല്ലേലൂയ നോഹയോടുകൂടെ ആ തടവിലും പ്രത്യക്ഷമായി. എങ്ങനെ പ്രത്യക്ഷമായി? ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ശത്രുക്കും മേശക്കും അഭേദവും തീക്കത്ത് കടന്നപ്പോ തീക്കത്ത് വെളിപ്പെട്ടതുപോലെ ഈ കർത്താവായ യേശു ക്രിസ്തു നോഹയുടെ കാലഘട്ടത്ത് തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് നോഹ പ്രസംഗിക്കുമ്പോൾ നോഹയോടുകൂടെ ആത്മാവിൽ ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവ് ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് കർത്താവ്. ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. വായിച്ചേ, അടുത്ത് വായിച്ചേ. ആത്മാവിൽ അവൻ ചെന്ന് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ. അപ്പൊ ശ്രദ്ധിക്കണം, നോഹയുടെ ഭവനത്തിൽ അവന്റെ മക്കളും അവനും ബാക്കിയുള്ള പണിക്കാരെല്ലാമായിട്ട് പെട്ടകം ഒരുക്കുമ്പോഴും ക്രിസ്തു അവിടെയുണ്ട്. അടുത്തത് അവന്റെ മിഷൻ അല്ലെ, ദൗത്യം എന്ന് പറയുന്നത് തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് പ്രസംഗിക്കണം. അപ്പോൾ തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് പ്രസംഗിക്കാൻ നോഹ പോകുമ്പോൾ നോഹയോടുകൂടെ ക്രിസ്തു ആത്മാവിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പത്രോസ് ഇവിടെ എഴുതി വെച്ചെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ നടുവിൽ പ്രത്യക്ഷമാകുന്നവന് വ്യക്തിത്വമുണ്ട്, അജണ്ടയുണ്ട്. അവൻ തലമുറയായി ഈ ഭൂമിയുടെ സകല ചരിത്രത്തിന്മേലും വാഴുകയും ഏതൊരു സംഭവത്തിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത കർത്താവ് ഇവിടെ ഉണ്ടെന്നായി പറയുന്നേ. നിസാര കാര്യമാണത്. വായിച്ചേ. പെട്ടകം കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പൊ ഞാനൊരു കാര്യം പറയും, ശ്രദ്ധിക്കണേ. ഇനി ഒരു ഒറ്റ വാക്യം കൊണ്ട് എടുത്ത് ഞാൻ നിർത്തുക. ഈ വായിച്ച വാക്യത്തിന്റെ അകത്ത് ആത്മാവിൽ അല്ലെ, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് അല്ലെ. അപ്പൊ ഈ നമ്മൾ സുവിശേഷം വായിക്കുമ്പോ നോഹയുടെ കാലം പോലെ മറ്റൊരു കാലം കൂടെ കിടപ്പുണ്ട്. ഏതാ? ലോത്തിന്റെ കാലം അല്ലേ. അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ലൂക്കോസ് സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിന്റെ അകത്താ, 17-ന്റെ അകത്താണോ 19-ന്റെ അകത്താണോ എന്ന് എനിക്ക് സംശയം. അതിന്റെ സ്തോത്രം ലൂക്കോസ് സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിന്റെ അകത്ത് അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. 17-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം നമ്മൾ വായിക്കാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവൻ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അടുത്ത 28-ാം വാക്യം, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അപ്പോ തടവിലുള്ള ആത്മാക്കളോട് നോഹയുടെ കാലഘട്ടത്തിൽ ക്രിസ്തു ആത്മാവിൽ അവിടെ തടവുകാരുടെ അടുക്കൽ നോഹ പ്രസംഗിച്ചപ്പോ അവിടെ ആത്മാവിൽ ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ലോത്ത് സോദോം വിട്ടപ്പോഴോ ക്രിസ്തു ലോത്തിനോടും കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ?
ഇത് ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലാവുന്നോ? അതുകൊണ്ട് നമ്മളെ ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുമ്പോൾ മൈലുകളും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങൾ നമ്മൾ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ വെളിപ്പെടുത്തും. കാര്യം നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തുമ്പോൾ ആ വിഷയത്തിന്റെ മറുവശത്ത് ക്രിസ്തു ഇറങ്ങി നമ്മുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടത് ചില പോരുകളെയും ബന്ധനങ്ങളെയും അന്യായ മുഖങ്ങളെയും ചില മന്ത്രവാദത്തിന്റെ ശക്തികളെ സ്വർഗം ഇടിച്ചു കളയുന്നത് നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്യുന്ന വലിയ പ്രവർത്തികളായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ ഉറപ്പിക്കണം. അലലിയ ക്രിസ്തു ആത്മാവിൽ അലലിയ ഈ തലമുറകളിലെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം മോശയും ഏലിയാവോ ക്രിസ്തുവിനോട് കൂടെ മറുരൂപ മലയിൽ വെളിപ്പെട്ടത്. ഇത് തിരിച്ചറിഞ്ഞ അലലിയ പത്രോസ് വീണ്ടും എഴുതി അവൻ ആത്മാവിൽ നോഹയുടെ കാലഘട്ടത്തുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ലൂക്കോസ് എഴുതി നോഹയുടെ കാലത്തുള്ളതുപോലെ ലോത്തിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുന്ന ക്രിസ്തു നമ്മോടുകൂടി ഇരിക്കും കാലഘട്ടം. ഈ ലോകത്തിൽ അനർത്ഥം അളലിയ പലവിധ പ്രതിസന്ധികൾ വന്നാലോ അളലിയ 6-ാം മുദ്ര പൊട്ടിച്ച് ഈ ഭൂമിയുടെ മേൽ വെളിപ്പെടുന്ന അനർത്ഥം വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവസഭ സ്വർഗത്തിൽ ചേർക്കപ്പെടും. ഈ വലിയ പ്രത്യാശ ഉണ്ടായിരിക്കണം. ക്രിസ്തു നമ്മോട് കൂടെ ഇരിക്കുകയാണ്. സ്വതം കണ്ടിട്ട് നമ്മളെ വിട്ടുപോകുന്നവനല്ല. അളലിയ സ്വതം പാപ മനുഷ്യരാകുന്ന നോഹയുടെ കാലത്തുള്ളവരെ കണ്ടാൽ വിട്ടുപോകുന്നവനല്ല. ക്രിസ്തു ആത്മാവിൽ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു ആത്മാവിൽ നമ്മോടുകൂടെ ഉണ്ട്. ആ വലിയ വെളിപ്പാട് ഇന്ന് നമ്മളെ നടത്തുമാറാകട്ടെ. ക്രിസ്തു ആത്മാവിൽ നമ്മോടുകൂടെ ഉണ്ട്. ക്രിസ്തു ആത്മാവിൽ സകല തലമുറകളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയും ആത്മാവിനാൽ ക്രിസ്തു ഇന്ന് നമ്മോടുകൂടെ ഇരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ സ്വർഗത്തിൽ നിന്ന് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദൈവസന്നിധിയിൽ നമ്മൾ ഈ കേട്ട വെളിപ്പാടും അതിൽ ഈ കേട്ട ആത്മീക